അപ്പെക്സ് ടോക്കൺ എന്ന ഈ മഹത്തായ ബിസിനസ് അവസരത്തെക്കുറിച്ച് അറിയുവാനായി എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. ഇന്ന് നമുക്ക് നമ്മുടെ ഈ ബിസിനസ്സിനെ കുറിച്ച് വളരെ കൂടുതലായി വിശദമായി പറഞ്ഞു തരുവാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ കൂടി ഏതെല്ലാം തരത്തിൽ കൂടി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നെല്ലാതിനെ കുറിച്ചും വ്യക്തമായി പറഞ്ഞു തരുവാനായിട്ട് നമുക്ക് എത്തിയിട്ടുള്ളത് നമ്മളുടെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള നജാബ് സാറാണ്. ആദ്യമേ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംല ഷംസുദ്ദീൻ എന്നാണ്. സ്ഥലം എറണാകുളം ജില്ലയിലാണ്. അപ്പെക്സ് എന്ന ഈ കമ്പനിയിലേക്ക് വന്നിട്ട് ചുരുങ്ങിയ നാളുകളെ ആയിട്ടുള്ളൂ, ഒരു 1.5 മാസത്തോളെ ആയിട്ടുള്ളൂ. ഇന്ന് ബ്ലൂ സ്റ്റാർ അച്ചീവറാണ്. ദൈവത്തിന്റെ സഹായത്തോടു കൂടിയും കൃപയാലും ബിസിനസ് മെല്ലെ 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 സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. ഇൻഷാ അല്ലാ. പിന്നെ നമുക്കിന്ന് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ നജാബ് സാറാണെന്ന് ഞാൻ പറഞ്ഞു. സാറിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അറിയാൻ പാടില്ലാത്തവർ വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സാർ കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി സ്വദേശിയാണ്. അതുപോലെ തന്നെ ഒരു പ്രവാസിയാണ്. കൂടാതെ നമ്മളുടെ ഈ അപ്പെക്സ് എന്ന കമ്പനിയുടെ പ്ലാറ്റിനം റാങ്ക് അച്ചീവർ കൂടിയാണ്. തീർച്ചയായും നമുക്ക് നല്ലൊരു പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ സാറിനെ നമുക്ക് നിങ്ങളുടെ സ്നേഹത്തോടു കൂടിയിട്ടും ആദരവോട് കൂടിയും വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം സാർ, പ്ലീസ്. താങ്ക് യു സോ മച്ച് മാഡം. മാഡം എന്നോട് പരിചയപ്പെടുത്തി. ഇതിൽ ഒരുപാട് പേർക്ക് എന്നെ അറിയാം. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം കുറച്ച് ബിസി ആയത് കാരണാൽ ഞാൻ സൂമിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല. കാരണം വർക്ക് സംബന്ധമായിട്ട് ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ്. ഒരു ടീം വർക്കുമായിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് 3 ദിവസമായിട്ട് ടീം വർക്കായിട്ട് നടക്കുകയാണ്. അപ്പം ഞാൻ ഫീൽഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ ഓഡിയോ ക്ലിയർ അല്ലേ മാഡം? എല്ലാവർക്കും ഓഡിയോ ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു മാഡം, താങ്ക് യു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ സൂമിൽ എത്താറില്ല. നമ്മുടെ ഗ്രേറ്റ് ലീഡർ റഷീദ് അലി മാഷായിരുന്നു അവിടെ പിന്നെ പ്ലാൻ പ്രസന്റ് ചെയ്തും MC ഒക്കെ ചെയ്തിരുന്നത്. കുറച്ച് തിരക്കിലായി പോയി. ടീം വർക്കുമായിട്ട് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ സായം സന്ധ്യയിൽ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ടും ഈ പ്ലാനിനെ നമുക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും ഇപ്പം ഏതൊരാൾക്കും ഒരു അഡീഷണൽ ഇൻകം അല്ലെങ്കിൽ ഒരു വരുമാനം കൂടുതൽ എത്തിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം കാണണം, നമ്മളൊരു ഡ്രീം, ഒരു ഗോള് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ എല്ലാ സാമ്പത്തിക വിജയം നമുക്ക് ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാവരും ഈ വൈകിയ വേളയിൽ നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് എന്താണെന്ന് നമുക്കറിയണം. നമ്മൾ എന്ത് പ്രൊജക്റ്റിലേക്കാണ് നമ്മുടെ ബിസിനസ് അവസരത്തെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, അതറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും കൂടിയിട്ടുള്ളത്. അറിഞ്ഞവരുണ്ടാവാം, അറിയാത്തവരുണ്ടാവാം, പുതുമയുള്ള ആൾക്കാരുണ്ടാവാം. എന്താണ് അപ്പെക്സ്, എന്താണ് ക്രിപ്റ്റോ കറൻസി, ഇതൊന്നും അറിയാത്തവരും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം, അല്ലേ? അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മാഡം ഇവിടെ പറഞ്ഞതുപോലെ മാഡം 1.5 മാസമായിട്ടുള്ളൂ മാഡം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാൻ ഒരു പ്രവാസിയാണെന്ന് നിങ്ങളോട് മാഡം തന്നെ പരിചയപ്പെടുത്തി. മുൻകാലങ്ങളിൽ എന്നെ അറിയുന്നവർക്കും അറിയാം. ഞാൻ ജിദ്ദയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ജിദ്ദയിൽ നിന്ന് 4 മാസം മുമ്പാണ് എൻ്റെ സുഹൃത്ത് മുഖേന, എൻ്റെ ഉറ്റ സുഹൃത്തായ ഗഫൂർ സാർ മുഖേന ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് ഈ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഈ ബിസിനസ്സിലൂടെ നല്ല ഏണിങ്സ് എടുക്കുന്നു. ഇപ്പം പ്ലാറ്റിനം റാങ്ക് അച്ചീവറാണ്. ദൈവം തുണച്ച് ആ റാങ്കുകളൊക്കെ അച്ചീവ് ചെയ്തു പോകുന്നത് നമ്മുടെ ടീം വർക്കും നമ്മുടെ ലീഡേഴ്സിൻ്റെ സപ്പോർട്ടും എല്ലാം കൊണ്ടുമാണ് ഞാൻ തരത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് എന്താണ്? അപ്പെക്സ് ടോക്കൺ എന്താണ്? ഇതൊരു വെർച്വൽ കറൻസിയാണ്. ഇത് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന വെർച്വൽ കറൻസിയിൽപ്പെട്ട ഒരു കറൻസിയാണ്. ഇതിനെ 3 ബ്ലോക്ക് ചെയിനിലൂടെയാണ് കമ്പനി അവതരിപ്പിക്കുന്നത്. 3 നെറ്റ്വർക്കിലാണ് ഈ കമ്പനി നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് ഏകദേശം ഒരുവിധം ആളുകൾക്കൊക്കെ ക്രിപ്റ്റോ കറൻസിനെ പറ്റി അറിയാം. അപ്പോൾ ഞാൻ ക്രിപ്റ്റോ കറൻസിനെ പറ്റി ഇവിടെ കൂടുതൽ വാഗ്വാദങ്ങളിലേക്ക് വരുന്നില്ല, കൂടുതൽ വാചാലനാവുന്നില്ല. കാരണം എല്ലാവർക്കും ഏകദേശം അറിയാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിളിൽ ചെക്ക് ചെയ്താലൊക്കെ കിട്ടും ക്രിപ്റ്റോ കറൻസി എന്താണ്. ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ പ്രൊജക്റ്റ്? നമുക്കൊന്ന് സ്ക്രീന് ഷെയർ ചെയ്യാം.
മാഡം എൻ്റെ സ്ക്രീന് കാണുന്നുണ്ടല്ലോ? കാണാം സാർ, കാണാം. ഓഡിബിൾ ആണ്. ഓക്കെ. ഇപ്പൊ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ മാഡം? ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പക്സ് ക്ലിയർ ടോക്കൺ. ആണ്. അപ്പക്സ് ടോക്കൺ ആണ് നമ്മുടെ പ്രൊജക്റ്റ്. അപ്പൊ എന്താണ് അപ്പക്സ് ടോക്കൺ എന്ന് ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞു. അപ്പക്സ് ടോക്കൺ എന്താണെന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 3 ബ്ലോക്ക് ചെയിനിലൂടെ നമ്മളിലേക്ക് അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് എത്തുന്ന ഒരു മൾട്ടി നെറ്റ്വർക്ക് യൂട്ടിലിറ്റി ടോക്കൺ ആണ് അപ്പക്സ് ടോക്കൺ. മൾട്ടി നെറ്റ്വർക്ക് യൂട്ടിലിറ്റി ടോക്കൺ. അപ്പൊ നിങ്ങൾ കോയിൻ അല്ല, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു കോയിൻ എന്ന് പറയുന്നത്, ഒരു ക്രിപ്റ്റോ കറൻസി കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ബ്ലോക്ക് ചെയിനിൽ വരുന്നതാണ്. ഇത് നമ്മളൊരു ക്രിപ്റ്റോ ടോക്കൺ ആണ്. ക്രിപ്റ്റോ ടോക്കൺ എന്ന് പറയുന്നത് മൾട്ടി നെറ്റ്വർക്ക്, അതായത് ഒന്നിൽ കൂടുതലുള്ള നെറ്റ്വർക്കിൽ ഒരു ബ്ലോക്ക് ചെയിനിലൂടെ സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പബ്ലിക്കിലേക്ക് എത്തുന്ന ഒരു ടോക്കണാണ്. ഇവിടെ കമ്പനി 3 സിസ്റ്റം, അതായത് 3 രീതിയിലാണ്, അതായത് ERC, TRC20, BP20, ഈ 3 ബ്ലോക്ക് ചെയിനിലാണ് കമ്പനി ഇതിനെ അവതരിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ എന്ത് കാര്യത്തിലാണ്, എന്തിനാണ് നമ്മൾ അപ്പക്സ് ടോക്കൺ ചെയ്യുന്നത്, എന്തിലാണ് നമ്മൾ വരുന്നത്? ഒന്നുകിൽ വരുമാനം കൂടുതൽ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഇതിന്റെ ഗ്രോത്ത് കൂട്ടിയിട്ട് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക്, അല്ലെങ്കിൽ ഇതിന്റെ റിവാർഡ്സ്, സ്റ്റേക്കിംഗ് റിവാർഡ്സിലൂടെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇതിനെ നമ്മൾ ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഇപ്പം ഇംഗ്ലീഷ് അറിയുന്നവർക്ക് തന്നെ, ഞാൻ അറിയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? യൂട്ടിലിറ്റി ടോക്കൺ, അപ്പക്സ് പ്രോജക്റ്റ്, ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം. ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റവും സെൻട്രലൈസ്ഡ് സിസ്റ്റവും നമുക്കറിയാം. സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബാങ്കിങ്, ഒരു അതോറിറ്റിയുടെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിലെ ബാങ്കിങ് ട്രാൻസാക്ഷന് എല്ലാ കാര്യങ്ങളും നടത്തുമ്പോഴാണ് ഒരു അതോറിറ്റിയുടെ കീഴിൽ, ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റിയുടെ കീഴിലാണ് ഈ ബാങ്കിങ് സിസ്റ്റങ്ങളുള്ളത്. ഇവിടെ ക്രിപ്റ്റോ കറൻസിയിൽ വരുമ്പോൾ ഒരു അതോറിറ്റി ഇല്ല, പക്ഷേ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്, ഒരു ട്രാൻസ്പെറൻസി ഉള്ളതാണ് അല്ലേ? നമ്മൾ ഒരു ക്യാഷ് അല്ലെങ്കിൽ ഒരു USDT അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസി ഞാൻ എൻ്റെ സുഹൃത്തിന് അയച്ചു കഴിഞ്ഞാൽ അതൊരു ബ്ലോക്ക് ചെയിനിലൂടെ നിരന്തരം ഒരുപാട് ബ്ലോക്കിലൂടെ, ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ ഒരുപാട് ബ്ലോക്കിലൂടെ ട്രാൻസ്പെറൻ്റായി കടന്നു പോയിട്ട് എല്ലായിടത്തും റെക്കോർഡ് ചെയ്തിട്ട് ഈ മറ്റേ വ്യക്തി, അങ്ങേ തലത്തിലുള്ള വ്യക്തിക്ക് നമുക്ക് എന്താ പറയുക, പ്രിഡിക്റ്റ് ആവുന്നത് ഒരു സിസ്റ്റം, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വിഡ്രോവൽ സിസ്റ്റം അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ സിസ്റ്റം ഉള്ള ഒരു സിസ്റ്റമാണ് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനെ ഒരു അതോറിറ്റിയോ അല്ലെങ്കിൽ ഒരു കൺട്രോൾ ചെയ്യാൻ ഒരു വ്യക്തിയോ ഒന്നും തന്നെ ഇതിൽ ഉള്ളതല്ല. അപ്പോൾ നമുക്ക് ഈ നെറ്റ്വർക്കിലേക്ക് ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് വൈ അപ്പക്സ് ടോക്കൺ. അപ്പക്സ് ടോക്കണിന്റെ ഈ അപ്പക്സ് ടോക്കൺ ഏതൊക്കെ രീതിയിലാണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞു എത്തേറിയം, ബിനാൻസ്, ട്രോൺ, ഈ 3 ടോക്കണിൽ, ഈ 3 പിന്നെ നമ്മുടെ ബ്ലോക്ക് ചെയിനിൽ, 3 നെറ്റ്വർക്കിൽ ഈ ടോക്കൺ അവൈലബിൾ ആണ്. അതേപോലെ ഇപ്പോൾ ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റിംഗ് സിസ്റ്റം, അതായത് ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റ് ആവട്ടെ, ബിനാൻസ് ആവട്ടെ, ഏതിലും നമ്മുടെ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിംഗ് സിസ്റ്റം ഇതിൽ ഉള്ളത് കൊണ്ട് നമ്മളെല്ലാം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു വിഷ്വലും മിഷനും എല്ലാം കമ്പനി ഈ PDF-ലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഒന്നിൽ കൂടുതൽ നമുക്ക് എല്ലാം ഒന്ന് കണ്ണോടിച്ചിട്ട് മുന്നോട്ട് പോകാം. എന്താണിത്? ഇതൊരു യൂട്ടിലിറ്റി ടോക്കൺ ആണ്. ഇതിന്റെ ഫീസിങ് സിസ്റ്റം, ഒരു ഗ്യാസ് സിസ്റ്റം എല്ലാം ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഗ്രോത്ത് കൂട്ടിയിട്ട് ഇനി ഉള്ള കാലത്തേക്ക് നമുക്ക് ഇതിലൂടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലൂടെ, അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങുന്ന എമൗണ്ട്, ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പിൽക്കാലത്ത് ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലേക്ക് നമ്മളൊരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ കരുത്തുള്ള ഒരു ടോക്കൺ ആക്കി മാറ്റാനാണ് ഈ ടോക്കണ്, ഈ ബിസിനസ്സുമായിട്ട് അപ്പക്സ് ടോക്കൺ മുന്നോട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ അപ്പക്സ് ടോക്കൺ ലിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ടോക്കൺ ലിസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കുന്നത്. ബിറ്റ്മാർട്ട്, എൽ ബാങ്ക്, എസ്ബിറ്റ്, കോയിൻസ്ബിറ്റ്, XT.com എന്ന് പറയുന്ന 5ഓളം എക്സ്ചേഞ്ചുകളിൽ ഓൾറെഡി ലിസ്റ്റഡ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ഓരോ ട്രേഡിങ്ങുകളും വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇപ്പോൾ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ 4 മാസം, ഏകദേശം 3 മാസം, 4 മാസത്തോളമായി. ഒക്ടോബർ 1 ഞാൻ ബിസിനസ്സിലേക്ക് വന്നത്. അന്ന് നമ്മുടെ ടോക്കണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ബിലോ 20 ആയിരുന്നു. ബിലോ 20 സെന്റ്, അതായത് 20 സെന്റിന് താഴെയായിരുന്ന ടോക്കണാണ്. ഇപ്പോൾ ഈ ടോക്കണിന്റെ റേറ്റ് എന്ന് പറയുന്നത് അബോവ് 40 സെന്റ്, 45 സെന്റ് ആൻഡ് 62 സെന്റ് വരെ ഇതിന്റെ ട്രേഡിംഗ് നടന്നിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഓരോ നമ്മുടെ ഇപ്പോൾ എൽ ബാങ്ക് എടുക്കട്ടെ, അല്ലെങ്കിൽ ബിറ്റ്മാർട്ട് എടുക്കട്ടെ, കോയിൻസ് ബീറ്റ് എടുക്കട്ടെ, കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എടുക്കട്ടെ, XT.com എടുക്കട്ടെ, ഏത് എക്സ്ചേഞ്ചിൽ പോയാലും വളരെ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ ട്രേഡിംഗ് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഇതിന്റെ കറക്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം അബോവ് 40 സെന്റ്, 45 സെന്റ് എന്ന രീതിയിലാണ് കറക്റ്റ് ഇതിന്റെ വാല്യൂ അല്ലെങ്കിൽ ഇതിന്റെ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കമ്മിങ് സൂൺ ഓൺ ലീഡിംഗ് എക്സ്ചേഞ്ച്, ഇനി വരാൻ പോകുന്ന എക്സ്ചേഞ്ചുകൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പെക്സ് ടോക്കൺ എന്ന് പറയുന്നത് ഒരു പുറമേ നമ്മൾ കേൾക്കാറുണ്ട്, ഇതൊരു ക്രൗഡ് ഫണ്ടാണ് അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ മാത്രമാണ് എന്ന് മാത്രമാണ്. ഇതൊരു ജെനുവിൻ പ്രൊജക്റ്റാണ്. ഇത് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന വളരെ കൃത്യതയോടുകൂടി, വളരെ മിഷനോടുകൂടി, വളരെ വിഷനോടുകൂടിയും, വളരെ പെർഫെക്റ്റോടുകൂടിയും കൊണ്ടുപോകുന്ന ഒരു ജെനുവിൻ പ്രൊജക്റ്റാണ് അപ്പെക്സ് ടോക്കൺ. നിങ്ങൾക്ക് മനസ്സിലാവും. കമ്മിങ് സൂൺ ഓൺ ലീഡിംഗ് എക്സ്ചേഞ്ച്. ഈ മാസം, നെക്സ്റ്റിൽ തന്നെ, ഈ മാസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂക്കോയിൻ, ടയർ 1 എക്സ്ചേഞ്ച് ആയ കൂക്കോയിൻ. ഈ കൂക്കോയിനിലേക്ക് വരും. അതേപോലെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, പൊളോനെക്സ്, അല്ല ബിനാൻസ് ലാസ്റ്റിലേക്ക് വരും, ബൈബിറ്റ്, HTX, MEXC ഗ്ലോബൽ എന്നീ ഇതിലേക്ക് തന്നെ അടുത്ത കാലത്തായിട്ട് തന്നെ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതിലും ഫാസ്റ്റായിട്ട് കമ്പനി നമ്മുടെ ടോക്കണെ ലിസ്റ്റ് ചെയ്യപ്പെടുത്തും. കാരണം എല്ലാം ഇപ്പോൾ ഒരു വർഷവും 1.5 വർഷത്തിന് താഴെയായിട്ട് കമ്പനി കറക്റ്റ് 1 ബൈ 1 ആയിട്ട് നിങ്ങളോട് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ രീതിയിൽ ഇന്ന മാസം ഇന്ന എക്സ്ചേഞ്ച് ലിസ്റ്റ് ആവും, ഇന്ന മാസം ഇന്ന രീതിയിൽ ട്രേഡിംഗ് നടക്കും, ഇത്ര ഇതിലേക്ക് ഇതിന്റെ ഉയർച്ച ഉണ്ടാവും, ഇതിന്റെ ഹൈപ്പ് ഉണ്ടാവും എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഇപ്പൊ ട്രസ്റ്റ് വാലറ്റിൽ വരുന്നു, ട്രസ്റ്റ് വാലറ്റിൽ വന്നു. അപ്പൊ അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും കമ്പനി കൃത്യതയോടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അറിയിച്ച രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കൃത്യതയോടെ മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കമ്പനിയെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ കമ്പനി ശരിക്കും പറഞ്ഞാൽ UK രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഇതിന് വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ കൃത്യതയോടെ കൊണ്ടുപോകുന്ന ഒരു MD നമ്മുടെ മുന്നിലുണ്ട്. നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ അഭിജിത്ത് മാണി സാറ് വളരെ കൃത്യതയോടുകൂടി ഈ പ്രൊജക്ടിനെ അദ്ദേഹത്തിന്റെ വിഷനോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ ചുറുചുറുക്കുള്ള ഒരു നല്ലൊരു MD അല്ലെങ്കിൽ നമ്മുടെ ഒരു നേതൃത്വം നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭികാമ്യമായിട്ടുള്ള കാര്യം. കാരണം അദ്ദേഹത്തിന്റെ വിഷയം തന്നെ നോക്കിയാൽ മനസ്സിലാവും. കാരണം വേൾഡിലെ ഗ്ലോബൽ തലത്തിലേക്ക് നമ്മുടെ ടോക്കണിനെ എത്തിക്കുക, അത് വളരെ കൃത്യതയോടുകൂടി തന്നെ മുന്നോട്ട് അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ എടുത്തു പറയേണ്ടത് ഇതിന്റെ മാനേജ്മെന്റിങ് അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക് എൻഡിൽ പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റാഫിനെയും നമുക്ക് എടുത്തു പറയണം. നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് അപ്പോഴേക്ക് നമുക്ക് ഓരോരുത്തർക്കും ദൂരീകരിക്കുന്ന രീതിയിൽ ഏത് കാര്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് അതേ ഗ്യാപ്പിൽ സമയത്ത് അതിൻ്റെതായ ഒരു നല്ല ഇൻഫർമേഷൻ തന്നിട്ട് നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന നല്ലൊരു എന്താ പറയാ ഒരു കസ്റ്റമർ കെയർ നമ്മുടെ കൂടെ ഉണ്ട് അൻവർ ഭായ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഏത് സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും അദ്ദേഹം ഉറങ്ങുന്ന വരെ ഓൺലൈനിൽ ഉണ്ടായിരിക്കും. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും, എന്തെങ്കിലും ക്യാഷ് പെൻഡിങ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ മെയിലിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലോ, ഏതിനും സന്നദ്ധരായിട്ട് സജ്ജരായിക്കൊണ്ടിരിക്കുന്ന ഒരു ടീം വർക്ക് ഇതിലുണ്ട്. അപ്പൊ നമ്മൾക്കൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ അതിന് എന്ത് ചോദിച്ചാലും പെട്ടെന്ന് ടക്ക് എന്ന് പറയുന്ന രീതിയിൽ മറുപടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മാനേജ്മെന്റ് സിസ്റ്റം തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമുക്കൊക്കെ വളരെ വിശ്വസിച്ചിട്ട് നമ്മളെല്ലാ ആഗ്രഹങ്ങളും നേടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റായിട്ട്, ഒരു ഡ്രീം പ്രൊജക്റ്റായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ് അപ്പെക്സ് ടോക്കൺ. ഒരു ഇൻവെസ്റ്റർ ആയിട്ടും ചെയ്യാം, ഒരു പ്രൊമോട്ടർ ആയിട്ടും ചെയ്യാം.
ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ രീതിയിലും ചെയ്യാം, ഒരു പ്രൊമോട്ടറിന്റെ രീതിയിലും ചെയ്യാം. നമുക്ക് എന്തിലാണ് കമ്പനിയുടെ രീതി, അല്ലെങ്കിൽ കമ്പനി എന്ത് വിഷനോട് കൂടിയാണ്, അല്ലെങ്കിൽ എന്ത് മിഷനോട് കൂടിയാണ് കമ്പനി നമ്മളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ കമ്പനി ഇങ്ങനെ പബ്ലിക്കിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഓൾറെഡി ലിസ്റ്റായ ഓൾറെഡി ലിസ്റ്റ് ആയപ്പെട്ടുള്ള എക്സ്ചേഞ്ചുകളെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി. അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഈ മാസവും അടുത്ത മാസവും എല്ലാം തുടർന്നുള്ള മാസങ്ങളിലേക്ക് ലിസ്റ്റ് ആവുന്ന നിങ്ങൾ കാണുന്ന ഈ ഏഹ്, പിന്നെ എക്സ്ചേഞ്ചിങ് ലിസ്റ്റിംഗ് നിങ്ങളും കാണുന്നുണ്ടായിരിക്കാം. ഇനി കൂടുതൽ ഇത് പറയുമ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അല്ലേ? ഇപ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ലിസ്റ്റഡ് ആണ്. ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ട്രസ്റ്റ് വാലറ്റ് എടുത്താൽ ലിസ്റ്റഡ് ആണ്. BSC സ്കാൻ വെരിഫൈഡ് ആണ് അല്ലേ? BSC സ്കാൻ തന്നെ സ്മാർട്ട് കോൺട്രാക്ടിങ് അഡ്രസ് വെരിഫൈഡ് ആണ്. ചിലർ ഈ ട്രേഡിങ്ങിന്റെ ആളുകൾ, ട്രേഡ് ചെയ്യുന്നവരൊക്കെ ചോദിക്കും, നിങ്ങൾ ലിസ്റ്റ് ആണോ? ഓക്കെ, ലിസ്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ആ BSC സ്കാനിന്റെ ഒരു സ്മാർട്ട് കോൺട്രാക്ടിന്റെ അത് അയക്കൂ, നമ്മൾ അയച്ചു കൊടുക്കും. അപ്പൊ അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത് വെരിഫൈ ആണ്. അല്ലാതെ നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് മാത്രമല്ല നടത്തുന്നത്, വളരെ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, പ്ലാന് വളരെ വിഷനോടുകൂടി കമ്പനി കൊണ്ടുപോകുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവിടെ ട്രസ്റ്റ് വാലറ്റിൽ ഓൾറെഡി ലിസ്റ്റഡ് ആണ്, കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ലിസ്റ്റഡ് ആണ്, BSC സ്കാൻ വെരിഫൈഡ് ആണ്. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അപ്പക്സ് ടോക്കൺ നൗ ഹാസ് ഇൻ ദ ഗോ ഇൻ ദ എക്സ്ചേഞ്ച്. ആ അപ്പക്സ് ടോക്കന്റെ ഓൺ എക്സ്ചേഞ്ച്, നമ്മുടെ സ്വന്തമായ അപ്പക്സ് IO എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ചും കൂടി നമുക്കുണ്ട്. അപ്പക്സ് ടോക്കന്റെ എക്സ്ചേഞ്ച് ആണത്. ഇത് വേറൊരു കമ്പനിയുടേതോ വേറൊന്നുമല്ല, ഇത് തേർഡ് പാർട്ടി അല്ലെങ്കിൽ വേറൊരു ഇതൊന്നുമല്ല. ഇത് നമ്മുടെ, അതായത് അപ്പക്സ് ടോക്കന്റെ ഓൺ എക്സ്ചേഞ്ചിലും നമ്മുടെ കോയിൻ അവൈലബിൾ ആണ്. ഇനി അവർ മിഷൻ, ഇതിൽ എന്താ പറയുന്നത്, നമ്മുടെ ക്രിപ്റ്റോ കറൻസിയുടെ സ്റ്റേക്കിംഗ് റിവാർഡ്സിലൂടെ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മറ്റുള്ള വരുമാനങ്ങളിലൂടെ നമ്മളെ കമ്മ്യൂണിറ്റിയെ ശാക്തീകരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഒരു ശക്തിപ്പെടുത്തുക, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം, നല്ല ഒരു ഉദ്ദേശം, നല്ലൊരു മിഷന് അവർ മിഷനായിട്ട് കമ്പനി കരുതുന്നുണ്ട് അല്ലേ? ഇപ്പൊ സ്റ്റേക്കിംഗ് റിവാർഡ് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ കമ്പനി തരുന്ന റിവാർഡ്സുകൾ, പിന്നീട് നമ്മൾ സ്റ്റേക്ക് ചെയ്ത് നമ്മൾ ഇതിന്റെ കോയിനിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ, ഇതിലൂടെയെല്ലാം നമുക്ക് നമ്മുടെ സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക്, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയെ നല്ല ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ള ഒരു മിഷനോടുകൂടി കമ്പനി നമ്മളിലേക്ക് എത്തുന്നത്. ഇനി നമുക്ക് അവർ വിഷൻ എന്നും കമ്പനി പറയുന്നുണ്ട് അല്ലേ? അവർ വിഷൻ എന്ന് പറയുമ്പോൾ എന്താ, അത് മിഷനാണ് നേരത്തെ പറഞ്ഞത്. ഇത് വിഷൻ എന്താ നിങ്ങൾക്ക് മനസ്സിലാവും? അവർ വിഷൻ അല്ലേ, ഈസ് ദ റീഷേപ്പ് ദ ഗ്ലോബൽ ഫിനാൻഷ്യൽ ലാൻഡ്സ്കേപ്പ്, ദ എലിമിനിങ് ഇൻ ദ ട്രഡീഷണൽ ബാരിയേഴ്സ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് എക്കോണമിക് സ്ട്രക്ചേഴ്സ് ആൻഡ് ത്രോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ അതിലൂടെ എല്ലാ തലത്തിലേക്കും ഇതിനെ ഡെവലപ്പ് ചെയ്യാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഇത് PDF ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിലും എല്ലായിടത്തും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്, കമ്പനി അയച്ചിട്ടുള്ളതാണ്. നമുക്ക് എല്ലാം ഇതിനെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഇതൊരു യൂട്ടിലിറ്റി ടോക്കൺ ആണെന്ന് പറഞ്ഞ്, നമ്മൾ ഈ യൂട്ടിലിറ്റി ടോക്കൺ ആണ് അല്ലേ, നമ്മൾ ഉപയോഗം കൂട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മുടെ കമ്പനിക്ക്, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ഒരു വിഡ്രോവൽ സിസ്റ്റത്തിന് കമ്പനി ഗ്യാസ് ഫീ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതൊരു യൂട്ടിലിറ്റിയാണ്. ഇനി വരും കാലങ്ങളിലേക്ക് കമ്പനി ഇനിയും യൂട്ടിലിറ്റി കൂട്ടാനുള്ള ഒരു പർച്ചേസിങ് സിസ്റ്റം കമ്പനി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിന് വിഷയം എന്ന് പറയുന്നത് യൂട്ടിലിറ്റി കൂട്ടുക, എല്ലാവരിലേക്ക് എത്തിക്കുക, ഇതൊരു പബ്ലിക് ഏറ്റെടുപ്പിക്കുക, ഇതിനെ നല്ലൊരു സ്ട്രെങ്ത് ഉള്ള, നല്ലൊരു യൂട്ടിലിറ്റി ഉള്ള, നല്ലൊരു ടോക്കൺ ആക്കി മാറ്റുക എന്നുള്ള വിഷനോട് കൂടിയാണ് കമ്പനി ഈ ബിസിനസ്സിനെ അവതരിപ്പിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം കമ്പനിയുടെ, അതായത് ഇതിന്റെ പേര് അപ്പക്സ് ടോക്കൺ, സിമ്പിൾ APX, പിന്നെ ഡെസിമൽ 18, അതിൽ നെറ്റ്വർക്ക് വരുന്നത് ബിനാൻസ്, അത്തേറിയം, ട്രോൺ, 3 നെറ്റ്വർക്ക്. കോയിൻ സപ്ലൈ, അതിങ്ങ് മനസ്സിലായി. കോയിൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 150 ബില്യൺ. എത്തേറിയത്തില്, അതേപോലെ ട്രോണില്, ബിനാൻസിൽ ഏകദേശം 30 ബില്യൺ, എത്തേറിയത്തിൽ 30 ബില്യൺ, ഏകദേശം 90 ബില്യൺ TRC20 ട്രോണിലുണ്ട്. അതേപോലെ നിങ്ങളുടെ താഴത്ത് കോൺട്രാക്ട് അഡ്രസ്സ് കാണുന്നുണ്ട്. നിങ്ങൾ ഓരോ സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ്സ് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ സൂം ചെയ്താൽ ക്ലിയർ ആണല്ലോ അല്ലേ? സൂം ചെയ്തപ്പോൾ ക്ലിയർ ആണല്ലോ അല്ലേ? കോൺട്രാക്ട് അഡ്രസ്സ്
ERCയുടെ അഡ്രസ്സ്, BNBയുടെ അഡ്രസ്സ്, TRCയുടെ അഡ്രസ്സ് നമ്മുടെ വാലറ്റ് അഡ്രസ്സുകളാണ്. അതുവരെ വ്യക്തമായിട്ട് ഇവിടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ PDF നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ സ്റ്റേക്കിംഗ് റിവാർഡ് 20%, ഫൗണ്ടർ ആൻഡ് ഇൻവെസ്റ്റേഴ്സ് 20%, മാർക്കറ്റിംഗ് ആൻഡ് എയർ ഡ്രോപ്പ് 10%, ടെക് ആൻഡ് ഡെവലപ്പിംഗ് ആൻഡ് ചാരിറ്റി ആൻഡ് ഡൊണേഷൻ ആൻഡ് ലിക്വിഡിറ്റി ആൻഡ് സെക്സ് ലിസ്റ്റിംഗ് ആൻഡ് പ്രൈവറ്റ് സെയിൽ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ സ്റ്റേക്കിംഗ് റിവാർഡ്സിനായിട്ട് 20% വരുന്നുണ്ട്. പിന്നെ ഫൗണ്ടർ ആൻഡ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി 20% മാറ്റി വെക്കുന്നുണ്ട്. അല്ല മാർക്കറ്റിംഗ് എയർ ഡ്രോപ്പിന് വേണ്ടി 10%. ഈ ബിസിനസിന്റെ പ്രോഫിറ്റിൽ നിന്ന് ഇത് ഈ രീതിയിലേക്ക് കമ്പനി ഓരോ കാര്യങ്ങളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ UK രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇത് സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഇത് UK രജിസ്ട്രേഷൻ, അതായത് UK ഇംഗ്ലണ്ടിന്റെ, അതായത് യുണൈറ്റഡ് കിങ്ഡം UKയുടെ സർട്ടിഫിക്കറ്റ്സ് ഉള്ള കമ്പനിയാണ്. ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് ഓഡിറ്റിംഗ് ഇതൊക്കെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഇതിന്റെ PDF ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ BEP 20 കോൺട്രാക്ട് കോഡ് ഓഡിറ്റ് ഓവർവ്യൂ, BEP 20യുടെ കോൺട്രാക്ടിങ്, അതായത് അതിന്റെ ഓഡിറ്റിംഗ് നടന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതും വളരെ വ്യക്തമായിട്ട് കമ്പനി ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ PDF തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ സ്റ്റേക്കിംഗ് റിവാർഡ്സുകൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റുകൾ, നമ്മളൊരു ഇൻവെസ്റ്ററായിട്ട്, ഞാൻ ഇതിലേക്ക് കാര്യത്തിലേക്ക് വരുമ്പോൾ, ഈ ഒരു ഇൻവെസ്റ്ററായിട്ട് വരുമ്പോൾ ഏവർക്കും മനസ്സിലാക്കേണ്ട ഒരു കഥ എന്ന് പറയുന്നത്, മനസ്സിലാക്കേണ്ട രീതി എന്ന് പറയുന്നത്, ഒരാൾക്ക് ഈ ബിസിനസ്സിലേക്ക് 50 USDT കടന്നു വരാം. എത്ര നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ബിസിനസ്സിനെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ കമ്പനി പറയുന്നുണ്ട്, നിങ്ങൾ സ്റ്റേക്കിംഗ് റിവാർഡ്സ്, സ്റ്റേക്കിംഗ് പാക്കേജുകളാണ് 50 USDT. 50 USDT നിങ്ങൾക്ക് ഡ്യൂറേഷൻ തരുന്നത് 2 to 5 days ആണ്. 225 ദിവസം. ഡെയിലി പ്രോഫിറ്റ് പെർസെൻറ്റേജ് 1%. ഡെയിലി 1%. ഏതെന്ന് വെച്ചാൽ ഡെയിലി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വർക്കിംഗ് ഡേയ്സ് ഓൺലിയാണ്. ശനിയും ഞായറും ട്രേഡിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. ഇവിടെ നമ്മുടെ കപ്പാസിറ്റിക്ക്, നമുക്ക് എത്രയാണോ കപ്പാസിറ്റി അതനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ കഴിയും. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നോക്കിക്കാണേണ്ട ഒരു വിഷയമാണിത്. കാരണം എന്താ, നമ്മുടെ ഇപ്പം 50 USDT ഉള്ളൂ തൽക്കാലം എൻ്റെ അടുത്ത്, അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇല്ല 100 USDT ആണ് നിങ്ങളുടെ കയ്യിൽ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ല നിങ്ങളുടെ അടുത്ത് 250 ഉണ്ടോ, അത് വെച്ച് ചെയ്യാം. 200 ഉണ്ടോ, അത് വെച്ച് ചെയ്യാം. 1000 ഉണ്ടോ, അത് വെച്ച് ചെയ്യാം. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, നമ്മുടെ വിഷൻ അനുസരിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരുമാനം ഏൺ ചെയ്യാൻ പറ്റും. ഒരു ഇൻവെസ്റ്റർ ആയിട്ടാട്ടോ, അത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. സ്റ്റേക്കിംഗ് റിവാർഡ്സ്, സ്റ്റേക്കിംഗ് പാക്കേജ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ phase 2 എന്ന് പറയുന്ന ഒരു ഇതും കൂടെ കമ്പനി അവതരിപ്പിക്കുന്നുണ്ട്. കമ്പനിയുടെ phase 1 ഉണ്ട്, phase 2 പ്രൊജക്റ്റുകളുണ്ട്. phase 2 എന്ന് പറയുന്നത് ട്രസ്റ്റ് വാലറ്റിലൂടെ കമ്പനി അവതരിപ്പിക്കുന്നതാണ്. phase 1 എന്ന് പറയുന്നത് കമ്പനിയുടെ സൈറ്റിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെതാണ്. രണ്ടും കമ്പനിയുടെ പ്രൊജക്റ്റുകളാണ്. phase 2 നമുക്ക് അത് അപ്പക്സ് ടോക്കണ് നമ്മൾ ബൈ ചെയ്ത് നമുക്ക് phase 2 അതായത് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ നമ്മൾ കീപ്പ് ചെയ്ത് നമ്മുടെ അവിടെ സ്റ്റേക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് 1 മുതൽ 4% വരെ നമുക്ക് നമുക്ക് വരുമാനം തരുന്നുണ്ട് phase 2. ഓക്കെ, phase 2 എന്ന് പറയുന്നത് വേറൊരു പ്രൊജക്റ്റാണ്. phase 1 വേറൊരു പ്രൊജക്റ്റാണ്. ഇനി phase 3 പ്രൊജക്റ്റിലേക്കും കമ്പനി വരുന്നുണ്ട്. ഇവിടെ അപ്പക്സ് ടോക്കൺ ഈസ് ഓഡിറ്റ് ആൻഡ് സെക്യൂരിറ്റി മെഷർ. ഇവിടെ സ്മാർട്ട് കോൺട്രാക്ടിങ് ഓഡിറ്റ്സ് ആണ്. അതിനെപ്പറ്റിയാണ് കറക്റ്റായിട്ട് പറയുന്നത്. ഫിനാൻഷ്യൽ ഓഡിറ്റ്, വെരിഫൈങ് ആൻഡ് അക്യുറേറ്റ് ദ റിപ്പോർട്ടിംഗ് ആൻഡ് കംപ്ലയിൻസ്, ദ ഓപ്പറേഷണൽ ഓഡിറ്റ്സ് എല്ലാം വളരെ വ്യക്തമായിട്ട് ഓഡിറ്റ് ചെയ്തിട്ടാണ് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാം വളരെ വ്യക്തമായിട്ട് സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ ചെയ്തിട്ടാണ് വളരെ വ്യക്തമായിട്ട് കമ്പനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പ്ലാനിലൂടെ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കാം, ഡെയിലി വിത്ത് അപ്പക്സ് ടോക്കൺ, റൺ നോട്ട് വിത്ത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലുള്ള നമ്മുടെ phase 2 ഓപ്ഷൻസിലാണ് സ്റ്റേക്കിംഗ് റിവാർഡ്സുകൾ ഇതിൽ കമ്പനി വ്യക്തമായിട്ട് പറയുന്നത്. ഡെയിലി വിത്ത് അപ്പക്സ് ടോക്കൺ ഇതിൽ അവിടെ നമ്മൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ
നമുക്ക് അപ്പക്സ് ടോക്കൺ സ്റ്റേക്ക് ചെയ്യുമ്പം നമുക്ക് അവിടെ 1 മുതൽ 4% അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അത് ട്രസ്റ്റ് വാലറ്റിലാണ്. പിന്നെ ഇവിടെ മോണിറ്റൈസിങ് ഡാറ്റ വിത്ത് അപ്പക്സ് ടോക്കൺസ് ദ പ്രൊഡക്റ്റ് ദ മോഡൽസ് ദ ഫിനാൻസ്, അതായത് ഇത് ഫിനാൻസ് പ്രൊഡക്റ്റ് സ്റ്റോക്ക് ആൻഡ് കറൻസി ട്രാൻസ്ഫർ വിത്ത് മോഡൽ ഹെൽത്ത് കെയർ. ഇത് അവരുടെ വിഷൻ. ഇത് ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതായത് റീറ്റെയിൽ ഞാൻ കുറച്ച് കൂടെ ഒന്നും കൂടെ പഠിക്കാനുണ്ട്. ഞാൻ അറിയാത്തത് അറിയില്ല എന്ന് തന്നെ പറയണ്ടേ. അപ്പോൾ അത് കൂടുതലൊന്ന് പഠിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ അടുത്തതിൽ പറയാം. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാം. കോസ്റ്റ് റണ്ണിങ് ഓൺ അപ്പക്സ് ടോക്കൺ ഇത് നോൺ ഡെയിലി റിവാർഡ്സ്. നമ്മത് ഫേസ് 2 തന്നെയാണ്. നമ്മൾ അപ്പക്സ് ടോക്കൺ ഡെയിലി റിവാർഡ്സിൽ നമുക്ക് 1 മുതൽ 4% വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നമ്മളെ പ്രോഫിറ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും ചെയ്യും. ഇവിടെ ഗ്യാസ് ഫീ, കമ്പനി ഒരു ഗ്യാസ് ഫീ ഈടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ ബിനാൻസ് ഒരു ഗ്യാസ് ഫീ ആണ്. നിങ്ങൾക്ക് ഏകദേശം ട്രസ്റ്റ് വാലറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമുക്ക് ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് നമ്മൾ വിഡ്രോവൽ ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ഒരു ഗ്യാസ് ഫീ കൊടുക്കണം. ബിനാൻസ് BNB ഗ്യാസ് ഫീ. ആ BNB ടോക്കൺ അല്ലെങ്കിൽ BNB ക്രിപ്റ്റോ കറൻസി നമ്മുടെ സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലോ ബിനാൻസിലോ അത് നമ്മൾ കീപ്പ് ചെയ്താൽ, നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസാക്ഷൻ സുഗമമായി നടക്കുള്ളൂ. അതേ ഒരു സിസ്റ്റം അപ്പെക്സ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പെക്സ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അപ്പെക്സ് ഫേസ് 1 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ ഇൻവെസ്റ്റേഴ്സിനും അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ കമ്പനി തരുന്ന നമുക്ക് ROI, ഡെയിലി ROI തരുന്ന ആ ROI നമ്മൾ ബാങ്കിലേക്കോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റിലേക്കോ അല്ലെങ്കിൽ ബിനാൻസിലേക്കോ അല്ലെങ്കിൽ മെറ്റാമാസ്കിലേക്കോ നമ്മൾ വിഡ്രോ ചെയ്യണമെങ്കിൽ അതിനൊരു അപ്പക്സ് 3 അപ്പക്സ് ടോക്കൺ എന്ന രീതിയിൽ കമ്പനി ഒരു ട്രാൻസാക്ഷൻ ഫീ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾ 1 ദിവസം മുതൽ 7 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു ദിവസം ഇന്ന് ചെയ്ത് 8ാമത്തെ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് $1 വാല്യൂയിലുള്ള ഒരേ $1 അപ്പെക്സ് ടോക്കൺ, അതായത് 90 രൂപയാണ് ആ $1 വാല്യൂ കാണിക്കുന്നത്. ആ $1 വാല്യൂയിലുള്ള അപ്പെക്സ് ടോക്കൺ നിങ്ങളുടെ വാലറ്റിൽ നിന്നും ഡിഡക്റ്റ് ആവും. അപ്പോൾ അത് നിങ്ങൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പുറത്ത് നിന്ന് പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ ബൈ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സൈറ്റിൽ കുറച്ച് അപ്പെക്സ് ടോക്കൺ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിഡ്രോവൽ സുഖകരമായിട്ട് നടക്കുകയുള്ളൂ. അതായത് നമ്മൾ ഏതൊരു വാലറ്റിൽ നിന്നും അത് വിഡ്രോ ചെയ്യുമ്പോൾ അതിനൊരു ഗ്യാസ് ഫീ, ഒരു ട്രാൻസാക്ഷൻ ഫീ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് അപ്പെക്സ് ടോക്കൺ എന്ന് പറയുന്ന അപ്പെക്സ് ടോക്കൺ ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഈ ബിസിനസ്സിലൂടെ സക്സസ് ആകണം, ഒരു ഡ്രീം അച്ചീവ് ചെയ്യണം, നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കണം, നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, നമ്മൾ എല്ലാ തലത്തിലും സമൂഹത്തിൽ ഒരു ഉന്നത രീതിയിൽ എത്തണം എന്നുള്ള തോട്ടുമായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യാൻ വന്ന ഓരോ വ്യക്തികൾക്കും ഇതിൽ ഇൻവെസ്റ്റ് പ്രോഫിറ്റ് എടുക്കാൻ വന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആഡ് ചെയ്തിട്ട് നെറ്റ്വർക്ക് പ്രോഫിറ്റ് എടുക്കാൻ വന്നവരുണ്ടായിരിക്കാം. എല്ലാവർക്കും കിട്ടുന്ന പ്രോഫിറ്റുകൾ, എല്ലാവർക്കും അവർ നേടിയെടുക്കുന്ന പ്രോഫിറ്റുകൾ, ആ വരുമാനം അവരുടെ ബാങ്കിലേക്കോ അല്ലെങ്കിൽ അവരുടെ ട്രസ്റ്റ് വാലറ്റിലേക്കോ അവരുടെ മെറ്റാമാസ്കിലേക്കോ അവരുടെ USDT കീപ്പ് ചെയ്യുന്ന ഏത് വാലറ്റിലേക്കാവട്ടെ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ ഒരു ഗ്യാസ് ഫീ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കമ്പനിയിൽ ചിലവാക്കുന്നുണ്ട്. അത് 3% എന്ന് പറയുന്നത് ഇന്റേണൽ ട്രാൻസാക്ഷൻ ആണ്. 3% നമ്മൾ എൻ്റെ ഐഡിയിൽ നിന്ന്, എൻ്റെ അപ്പെക്സ് ഐഡിയിൽ നിന്ന്, ഇപ്പോൾ റംല മാഡത്തിൻ്റെ അപ്പെക്സ് ഐഡിയിലേക്ക് ഞാൻ ഇന്റേണൽ ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ആ ഇന്റേണൽ ട്രാൻസാക്ഷൻ നടത്തുന്ന എമൗണ്ട് ഇപ്പം അപ്രോക്സിമേറ്റ്ലി $100 ആണ് ഞാൻ ഇന്റേണൽ ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ അതിൻ്റെ ആ ട്രാൻസാക്ഷൻ്റെ 3% എന്ന് പറയുന്നത് $3 ആണ്. ഈ 3% നിങ്ങൾ $50 ആണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും $1.5 ആണ് വാല്യൂ. 3% എന്ന് പറയുന്നത്. നിങ്ങളത് ഈ $200 ആണ് ഇന്റേണൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 3% എന്ന് പറയുന്നത് $6 ആണ്. അപ്പോൾ ഈ 3%ന്റെ ഡോളർ വാല്യൂയിലുള്ള അപ്പെക്സ് ടോക്കൺ നിങ്ങളുടെ വാലറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇന്റേണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പം അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ആയി പോകും. അതാണ് ഇന്റേണൽ ട്രാൻസാക്ഷന് ഒരു ഗ്യാസ് ഫീ. ഇനി നമ്മുടെ വിഡ്രോവൽ, അത് ഇപ്പോൾ സെൻറ്ററത്ത് ഞാൻ പറയുന്നില്ല, അത് ഞാൻ അവസാനം പറയാം. ഒരു നോർമലി വിഡ്രോവൽ INR ആൻഡ് USDT നിങ്ങളുടെ ബാങ്കിലേക്കോ നിങ്ങളുടെ USDT ആയി കീപ്പ് ചെയ്യുന്ന വാലറ്റിലേക്കോ
ഏതിലേക്ക് നിങ്ങൾ അയക്കുകയാണെങ്കിൽ മിനിമം, അതായത് 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം നിങ്ങൾ അയക്കുകയാണെങ്കിൽ നോർമൽ ചാർജ് ആയിട്ടുള്ള $1 വാല്യൂയിലുള്ള അപ്പക്സ് ടോക്കൺ നിങ്ങളുടെ വാലറ്റിൽ നിന്ന് ഡിഡക്റ്റ് ആവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലോ നിങ്ങൾ എന്ത് ചെയ്യുക? വിഡ്രോവൽ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നോർമലി ചാർജ് ആയിട്ടുള്ള 3 അപ്പക്സ് ടോക്കൺ എന്ന് പറയുന്നത് ഒരു നോർമൽ റേറ്റിലാണ് പറയുന്നത്. ഇപ്പോൾ അപ്പക്സ് ടോക്കൺ റേറ്റ് 40 സെന്റ് ആണെങ്കിൽ, അപ്രോക്സിമേറ്റ്ലി 40 സെന്റ് ആണെങ്കിൽ ഒരു ഡോളർ വാല്യൂല് ഏകദേശം 2 സംതിങ് അപ്പക്സ് ആണ് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരാം. ക്ലിയർ? അപ്പോൾ നമ്മൾ ആ വിഡ്രോവൽ ചെയ്യുമ്പോൾ മന്ത് എൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ എക്സ്പെൻസ് വരുള്ളൂ. ഇനി ഇമ്മീഡിയറ്റ്ലി ട്രാൻസാക്ഷൻ വിഡ്രോവൽ ഇമ്മീഡിയറ്റ്ലി, കാരണം വെച്ചാൽ ഇനിയിപ്പോൾ ഇന്ന് ചെയ്ത് നാളെ തന്നെ ചെയ്യണം. അതായത് മോർ ദാൻ 2 വിഡ്രോവൽ, 2 വിഡ്രോവൽ അടുപ്പിച്ച്. കാരണം വെച്ചാൽ ഇന്ന് ചെയ്ത് നാളെ തന്നെ ചെയ്യണം, ചെയ്യാം. അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യണം, ചെയ്യാം. പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ ചെയ്യുന്ന ഏതൊരു ട്രാൻസാക്ഷനും 20% നമ്മൾ എന്ത് ചെയ്യണം? അയക്കുന്ന എമൗണ്ടിന്റെ 20% ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. മനസ്സിലാക്കുക. നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കിട്ടുന്ന വരുമാനം നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വരുമാനം വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ അയക്കുന്ന എമൗണ്ടിന്റെ 20% നമ്മുടെ വാലറ്റിൽ നിന്ന്, നമ്മുടെ അയക്കുന്ന എമൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആയി പോകും. എമൗണ്ടിൽ നിന്നല്ല ഡിഡക്റ്റ് ആവില്ല, എമൗണ്ടിന്റെ വാല്യൂല് അപ്പക്സ് ടോക്കൺ ഡിഡക്റ്റ് ആയി പോകും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് $100 ആണ് നിങ്ങൾ അയക്കുന്നതെന്ന് വിചാരിക്കാം. അതിന്റെ 20% എന്ന് പറയുന്നത് ഏകദേശം $20 ആണ്. ആ $20 ആ $20 വാല്യൂല്, മനസ്സിലാക്കണം, ആ $20 വാല്യൂ ഉള്ള ടോക്കൺ നിങ്ങളുടെ വാലറ്റിൽ നിന്നും ഡിഡക്റ്റ് ആയി പോകും. അതാണ് ഇത് ഇവിടുത്തെ ഗ്യാസ് ഫീ. ഇത് കമ്പനിയുടെ ഒരു ഗ്യാസ് ഫീ സിസ്റ്റം വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഈ കമ്മ്യൂണിറ്റിക്ക് മാത്രമായിട്ടുള്ളതാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ബിസിനസ്സിന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മുടെ ബാങ്കിലേക്കോ നമ്മുടെ നമ്മുടെ ബിനാൻസ് പോലുള്ള നമ്മുടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന എക്സ്ചേഞ്ചിലേക്കോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വാലറ്റുകളിലേക്കോ ട്രാൻസ്ഫർ വിഡ്രോ ചെയ്യുമ്പോൾ ഈടാക്കുന്ന ഒരു വിഡ്രോവൽ സിസ്റ്റത്തിന് ഒരു വിഡ്രോവൽ ഫീ ആണ് ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റിലേക്ക് നമുക്ക് പോയേക്കാം. നെക്സ്റ്റ് ഈ വെറും പ്രൊജക്റ്റുകളാണ്. കമ്പനി അപ്കമിങ് പ്രൊജക്റ്റുകളാണ് വരുന്നത്. ഇത് കൂടുതൽ ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അറിയാത്ത പറയണ്ടേ. അപ്പക്സ് എക്സ്ചേഞ്ച് ആണ്. ഇതിപ്പോൾ ഓൾറെഡി വന്നിട്ടുള്ളതാണ്. അപ്പക്സ് എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പക്സ് പ്രഡിക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു AI ഉപയോഗിച്ചിട്ട് കമ്പനി നമ്മുടെ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ എത്രത്തോളം ഉയരും എന്നുള്ളത്, അല്ലെങ്കിൽ നാളേക്ക് എത്ര ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബിറ്റ്കോയിന്റെ വാല്യൂ നാളെ എത്ര ആകും എന്ന സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റന്നാൾ എത്ര ആകും, ഒരു വാല്യൂ ഒരു പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു അപ്പക്സ് പ്രഡിക്റ്റ് ഒരു AI ഉപയോഗിച്ചിട്ട് കമ്പനി കൊണ്ടുവരുന്ന പ്രൊജക്റ്റുകളാണ്. അപ്പൊ നമുക്ക് വരും കാലങ്ങളിലേക്കുള്ള ഒരു ക്രിപ്റ്റോ കറൻസി നമ്മൾ ഇപ്പം ട്രേഡിംഗ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. പലരും നാളെ ആ കോയിന് വാങ്ങണം, അപ്പൊ അതിന്റെ റേറ്റ് എത്ര ആകും, നാളേക്ക് പ്രോഫിറ്റ് ലോസ് ആയിരിക്കോ. അപ്പൊ അതൊരു ചെറിയൊരു പ്രഡിക്ഷൻ നമുക്ക് ഇവിടെ കിട്ടും. ആ ഒരു AI ഉപയോഗിച്ചിട്ട് വരുന്ന ഒരു പ്രഡിക്ഷൻ ആണ്. അതേപോലെ തന്നെ അപ്പസ് ലെൻഡും അപ്പസ് വോൾട്ടും, അത് കൂടുതൽ ഞാൻ പഠിക്കേണ്ടതുണ്ട്. അത് മറന്നുപോയതാണ്, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാനത് കൂടുതൽ വ്യക്തമായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ നമ്മൾ ബൂസ്റ്റ് യുവർ ROI ടു 365 ഡേയ്സ്. കമ്പനി നിങ്ങൾക്കറിയാം, നമ്മുടെ ആദ്യകാല പ്ലാൻ കേട്ടവർക്കൊക്കെ അറിയാം. കാരണം നമ്മുടെ പിന്നെ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഞാനിവിടെ പറഞ്ഞല്ലോ. ഞാൻ ഇരിക്കുന്നത് ബെഡിലായതുകൊണ്ടേ ഒരു ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് സോറി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു റൂമിലാണ് ഉള്ളത്. നമ്മുടെ വർക്കിന് വന്നെന്ന് പറഞ്ഞില്ല, അപ്പോൾ ഒരു ഹോട്ടൽ റൂമിലാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ബൂസ്റ്റ് യുവർ ROI ടു 365 ഡേയ്സ്. ഞാൻ പറഞ്ഞു ഈ പ്ലാൻ ആദ്യ കാലങ്ങളിൽ അറിയുന്നവർക്കറിയാം. നമ്മുടെ കമ്പനി ROI തന്നിരുന്നത് 365 ദിവസത്തേക്കായിരുന്നു. 365 ദിവസത്തേക്കായിരുന്നു ROI തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ,
ഇപ്പോ കമ്പനി അത് ഡിഡക്ട് ചെയ്തിട്ട് ഏകദേശം ഏകദേശം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ആ, ഏകദേശം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് 225 ദിവസത്തേക്കാണ്. ആദ്യം എന്ന് വെച്ചാൽ ഒരു ഏകദേശം 4 മാസം മുമ്പ് നമുക്ക് എല്ലാവർക്കും അന്നൊക്കെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നവർക്ക് കമ്പനി ഈ നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിരുന്നത് 365 ദിവസമായിരുന്നു. ഇപ്പോൾ 225 അത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ആളുകൾക്ക്, ഇനിയിപ്പം പുതിയ ആളുകൾ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നമുക്ക് ഈ 225 ദിവസത്തിൽ നിന്ന് 365 ദിവസം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ROI കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കമ്പനിയുടെ സെക്കൻഡ് പ്രൊജക്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് 2ലേക്ക് നമ്മൾ വന്നിട്ട് ഫേസ് 2ൽ വന്ന് നമ്മുടെ അവിടെ ഒരു ബേണിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മൾ 1000 ടോക്കൺ അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ ടോക്കൺ വാങ്ങിയിട്ട് സ്റ്റേക്ക് ചെയ്യുന്നത് അതിൻ്റെ 42% അവിടെ വേണം. മനസ്സിലാക്കുക. ഒരു 1000 ടോക്കണ് നിങ്ങൾ അവിടെ സ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 42%-ആയ 420 ടോക്കണോളം ബേണായിപ്പോവും. അപ്പോൾ നമ്മൾ അവിടെ 1000 ടോക്കണ് നമ്മൾ സ്റ്റേക്ക് ചെയ്യാന്ന് വിചാരിക്കുക. 1000 ടോക്കൺ സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ ഒരു 1420 ടോക്കൺ വാങ്ങി നമ്മുടെ കപ്പാസിറ്റി 1000 ടോക്കണിലേക്ക് മാറ്റണം. അപ്പോൾ അവിടെ 420 ടോക്കൺ ഓൾറെഡി ബേണായിപ്പോയി. അപ്പോൾ ബേണായി പോയി കഴിഞ്ഞാൽ നമ്മുടെ 1000 ടോക്കണിന്റെ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? 1 മുതൽ 4% വരെ അവിടെ സ്മാർട്ട് കോൺട്രാക്ടിംഗ് സിസ്റ്റത്തിലൂടെ നമുക്ക് ഫേസ് 2ലെ സ്റ്റേക്കിംഗ് റിവാർഡ്സ് കിട്ടും. ഈ സ്റ്റേക്കിംഗ് റിവാർഡ്സ് ലോങ് ലൈഫ് ആണ് കമ്പനി പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നാളെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് വിഡ്രോ ചെയ്ത് പോകാം. ഇനി അത് കഴിഞ്ഞ് വിഡ്രോ ചെയ്ത് അല്ലെങ്കിൽ ഏകദേശം ഒരു 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്തിട്ട് റീസ്റ്റേക്കിംഗ് ചെയ്യണോ? നിങ്ങൾക്ക് വീണ്ടും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താവുന്നില്ല? 1000 ചെയ്യുകയാണെങ്കിൽ 1000 തന്നെ മതി. 420 ബേൺ ചെയ്യാം. ഒരേ ഒരു വൺ ടൈം മാത്രമാണ് ബേണിംഗ് സിസ്റ്റം ഉള്ളത്. ഒരു നോർമലി പ്രൈസ് ഇത് പറയാണ്. 1000 തന്നെ ചെയ്യണമെന്നില്ല. 100 ചെയ്യണവർക്ക് 100 ചെയ്യാം, 200 ചെയ്യണവർക്ക് 200 ചെയ്യാം. അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്റ്റേക്ക് ചെയ്യാം. അത് എത്ര കാലാവധി എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്യാം. ലോങ് ലൈഫ് തുടരണമെങ്കിൽ തുടരും ചെയ്യാം. അതാണ് ഫേസ് 2ല്. അത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. നിങ്ങൾക്ക് അവിടെ ROI അതിൽ റഫറൽ സിസ്റ്റവും ഉണ്ട്. നമ്മൾ ഒരാളെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ROIയുടെ 1% എനിക്ക് ഞാൻ ഡെയിലി ROI എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു 1 മുതൽ 4%. അതിൻ്റെ 1% എൻ്റെ റെഫറൽ ആയിട്ടിരുന്ന എൻ്റെ സ്പോൺസർ ആരാണ് അവർക്ക് കൊടുക്കും കമ്പനി. ആ ഒരു സിസ്റ്റം അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 365 ദിവസത്തിലേക്ക് നമ്മുടെ ഫേസ് 1ലുള്ള ഫേസ് 1 എന്ന് പറയുന്ന പ്രൊജക്റ്റിലേക്ക് നമ്മുടെ ROI 365 വർക്കിംഗ് ഡേയ്സിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ അവിടെ പോയി നമ്മൾ എന്ത് ചെയ്യുക? ഫേസ് 2ല് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് ഒരു 142 ടോക്കണ് അല്ലെങ്കിൽ 142 ടോക്കൺ അല്ലെങ്കിൽ 150 അല്ലെങ്കിൽ 50 ടോക്കൺ ബേൺ ചെയ്യുന്ന സ്ഥിതിയിൽ മിനിമം ഒരു 200 ടോക്കൺ നിങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ 200 ടോക്കണ് നിങ്ങളുടെ എക്സ്ചേഞ്ചുകളിൽ ബാങ്കെന്നോ ബിറ്റ്മാർട്ടെന്നോ അല്ലെങ്കിൽ അസ്ബിറ്റെന്നോ എവിടുന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ട്രസ്റ്റ് വാലറ്റിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ വന്നിട്ട് 50 ടോക്കൺ ബേൺ ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് മാറ്റാം. അതായത് 200 നിങ്ങൾ കൊടുത്ത് 50 ബേൺ ചെയ്ത് ബാക്കിയുള്ളത് നിങ്ങൾ സ്റ്റേക്ക് ചെയ്യാം. എന്നതിന് ശേഷം സ്റ്റേക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടായിരിക്കും, കണക്ട് യുവർ ഫേസ് 1 യൂസർ ID വിത്ത് ഫേസ് 2. നിങ്ങളുടെ ഫേസ് 2ല് നിങ്ങളുടെ ID, അതായത് ഫേസ് 1 ID, ഫേസ് 1ൽ നമുക്ക് APX എന്ന് പറയുന്ന ID ഉണ്ടാവും. ഒരു 6-7 അക്കമുള്ള ഐഡികൾ ഉണ്ടാവും. ആ ID നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഫേസ് 2ൽ വന്നിട്ട് ഒന്ന് ലിങ്ക് ചെയ്യിക്കുക. ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യിക്കുക. അവിടെ ID അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് 1ലുള്ള IDയിലേക്ക് 225 കാലാവധി എന്നുള്ളത് 365 വർക്കിംഗ് ഡേയ്സ് വരെ നിങ്ങൾക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. ഉദാഹരണത്തിന് ഒരു 1000 ടോക്കൺ അല്ലെങ്കിൽ 10,000 ടോക്കൺ വാങ്ങി നമ്മുടെ ഫേസ് 1ൽ ജോയിൻ ചെയ്ത വ്യക്തിക്ക് ഡെയിലി ROI കിട്ടുന്നത്, അതായത് 1000 USDT ഇൻവെസ്റ്റ് ചെയ്ത് ഡെയിലി ROI കിട്ടുന്നത് എത്ര? $10. ഈ $10 225 ദിവസം വരെയാണ് കിട്ടുക. ആ 225 ദിവസത്തിന്റെ ആ 365 ദിവസത്തിലേക്ക് 365 ഡേയ്സിലേക്ക് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് ഈ ഭാഗത്ത് ഫേസ് 2ൽ വരുന്നത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 365 × $10
ഏകദേശം എത്രയായി? $3650. ക്ലിയർ അല്ലേ? 3600 അല്ലേ? 3600ന്റെ മുകളിലുള്ള ഡോളേഴ്സിലേക്ക് വന്ന്. അപ്പോൾ നമ്മളവിടെ $1000 മുടക്കുന്ന ആൾക്ക് ഏകദേശം 3 ഇരട്ടിയുടെ അടുത്ത് അല്ലേ? 3 മടങ്ങ്, അതായത് $2600 നമുക്ക് എന്തായി? പ്രോഫിറ്റായി. നമ്മൾ 1000 മുടക്കുന്നത്, നമ്മൾ 365 ദിവസത്തേക്ക് ഇപ്പോൾ $100 ചെയ്യുന്ന ആൾക്ക് $365 പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ടോട്ടൽ എമൗണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് എത്രയാണ്? $100. $100 നിന്ന് നമുക്ക് പ്രോഫിറ്റ്, നമ്മുടെ ലാഭവും ചേർത്ത് നമുക്ക് വരുന്നത് എത്ര? $265 ആണ് നമ്മുടെ പ്രോഫിറ്റ് വിത്തിൻ 1.5 ഇയറിൽ വരുന്നത്. 1.5 വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ സൈലന്റ് ആയിരുന്നാൽ മതി. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റ്മെന്റ് ആണ്, ടോക്കൺ വാങ്ങി. അത് കഴിഞ്ഞു കഴിഞ്ഞാലോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹ്യൂജ് അസറ്റ് ആണ് നിങ്ങൾ വാങ്ങുന്ന ടോക്കൺ. അതിന് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്ത് നിസ്സാരവൽക്കരിക്കരുത്. ഈ ടോക്കൺ നാളത്തെ ഏറ്റവും വലിയ മൂല്യനിധിയായി മാറും നിങ്ങൾക്ക്. നമ്മൾ നിസ്സാരവൽക്കരിച്ച ഒരുപാട് ക്രിപ്റ്റോകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മിസ്സായിപ്പോയി, നമ്മുടെ ലൈഫിൽ നിന്ന് മിസ്സായിപ്പോയി. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബിറ്റ് കോയിൻ വന്ന സമയത്തൊന്നും നമുക്കറിയില്ല, ഒഴിവായിപ്പോയി. അതേപോലെ തന്നെ എത്തേറിയം, BNB, അങ്ങനെ ഒരുപാട് ട്രോൺ, ഇങ്ങനെ ഒരുപാട് കോയിനുകൾക്ക് വന്ന സ്ഥിതിക്കൊക്കെ നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മളത് മിസ്സായിപ്പോയി. ഇത് ഓപ്പർച്യൂണിറ്റി നമ്മളിൽ നിന്ന് കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ സമയവും കടന്നു പോകും അല്ലേ? ഏതൊരു ഡോഗിലും പറയുന്നതാണ്, ഇപ്പോൾ കൊറോണ വന്നപ്പോൾ ഈ സമയവും കടന്നു പോകുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വന്ന് ആ സമയവും കടന്നു മുന്നോട്ട് പോകും. ആ സമയം കടന്നു പോയി കഴിഞ്ഞാലായിരിക്കാം നമുക്കിതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മനസ്സിലാവുന്നത്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അതിനെ സ്റ്റഡി ചെയ്തിട്ട് അതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെ ഏറ്റെടുക്കാൻ പറ്റും. നല്ലതാണെങ്കിൽ, അത് ഇത് അപ്പെക്സ് ടോക്കൺ മാത്രമല്ല ഞാൻ പറയുന്നത്, നല്ലതാണെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ചിന്തിക്കാൻ കഴിവ് തന്നിട്ടുണ്ട്. നല്ലതാണെങ്കിൽ എടുത്താൽ മതി. അതിനെ എതിർക്കാനൊന്നും നമ്മൾ പോണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ, നമുക്ക് താല്പര്യമില്ലേ, ബൈ ബൈ അടിച്ചു പോവാം. നമ്മൾ എതിർക്കുന്നില്ല. എനിക്ക് താല്പര്യമില്ല സുഹൃത്തെ, എൻ്റെ പൊന്നു സുഹൃത്തെ, എനിക്ക് ഈ ബിസിനസ്സിനോട് താല്പര്യമില്ല. ആ സുഹൃത്ത് ബന്ധം കീപ്പ് ചെയ്തിട്ട് നമ്മുടെ നമ്മുടെ ഒരു ചോയ്സ് ഉണ്ടാവില്ല, അതിനനുസരിച്ച് നമുക്ക് പോകാം. പക്ഷേ നമ്മുടെ മുന്നിലേക്ക് ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ അതെന്താണെന്ന് പഠിക്കാനുള്ള ഉത്തരവാദിത്തം ഒരു ആളെന്ന നിലയിൽ നമ്മൾ ഉണ്ടായിരിക്കണം. കാരണം പിൽക്കാലത്ത് അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതൊരു പ്രൊജക്റ്റ് ആയിരുന്നു, നല്ലൊരു പ്രൊജക്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യരുത്, ഒരു സങ്കടം വരരുത്. അതിനുവേണ്ടി പറയാണ്. അറിയില്ല, നമുക്കറിയില്ല അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണോ എന്നുള്ളത്. പക്ഷെ നമുക്കത് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എങ്ങനെയാണ് ബിസിനസ് പോകുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഡെവലപ്പ് ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഓക്കെ, ഈ 365ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ആർക്കും സ്വയം ചെയ്യാവുന്നതാണ്. ഇനി ആർക്കും ചെയ്യാൻ കഴിയുന്നില്ലെന്നെങ്കിൽ നിങ്ങളുടെ അപ്ലൈനുമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ലീഡേഴ്സ് ആരാണോ നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്, നിങ്ങളുടെ ഐഡിയ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തത്, ഇനി അവർക്ക് വേണ്ടിയിട്ട് അവരൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം, അപ്ലൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ആരും ചെയ്തില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ, എനിക്ക് സമയമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് വരികയാണെങ്കിൽ സമയമുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കും. അത് നമ്മുടെ ടീം ആവണമെന്നോ ഒന്നുമില്ല. ആരും അങ്ങനെ ചോദിച്ചാൽ തന്നെ അവർക്ക് കൃത്യമായിട്ട് ഉത്തരം ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പം എൻ്റെ നമ്പർ എടുത്തിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അവർ ആ ഫേസ് ടൂവിനെ പറ്റി അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ വളരെ കൃത്യതയോടുകൂടി അവർക്ക് ചിലപ്പോൾ മീറ്റിങ്ങിലുണ്ടായിരിക്കും, അവർ കൃത്യതയോടുകൂടി അവർക്ക് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. ഫേസ് ടു ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ട്. ചിലപ്പോൾ 2 ദിവസം മുമ്പ് ഒരു 30 ആണോ 40 ആണോ 42 ആണോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ ചോദിച്ചിരുന്നു, എന്താ ഇതിൻ്റെ ബേണിങ് എത്ര ശതമാനമാണ് ബേൺ ചെയ്യുന്നത്. അപ്പോൾ വളരെ കൃത്യതയോടുകൂടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഈ അറിയാത്തത് ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ കസ്റ്റമർ കെയറുമായോ അല്ലെങ്കിൽ കമ്പനിയുടെ വേണ്ടപ്പെട്ടവരുമായോ ലീഡേഴ്സുമായിട്ടോ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ സംശയങ്ങൾ ഞാൻ ദൂരീകരിച്ചതിന് ശേഷമാണ് എൻ്റെ ഡൗണിലേക്ക് അല്ലെങ്കിൽ എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, സെപ്റ്റംബർ 2023, ശ്രദ്ധിക്കുക, സെപ്റ്റംബർ 2023 കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക കമ്പനി അല്ലേ? പിന്നെ 2024 Q1 എന്ന് പറഞ്ഞാൽ എന്താ? Q1, അതായത് 2024 ആ ഒരു 3 മാസ കാലയളവുണ്ടല്ലോ, Q1, Q2, Q3, Q4.
ഒരു 12 മാസത്തെ ക്വാർട്ടർ ലെവലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു മാസം, ഒരു വർഷത്തിൽ 12 മാസം, 12 മാസത്തെ ക്വാർട്ടർ, അതായത് നാല് അല്ലേ, മൂന്ന് മാസം, 3 മാസം, 3 മാസം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? അത് 4 രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാർട്ടർ 1, ക്വാർട്ടർ 2, ക്വാർട്ടർ 3, ക്വാർട്ടർ 4. ഇവിടെ ക്വാർട്ടർ 1 നമുക്ക് നോക്കാൻ പറ്റും. അപ്പക്സ് ടോക്കൺ ജനറേഷനാണ്, ടോക്കണിന്റെ ജനറേഷൻ അവിടെ. ഇവിടെ 2023 ബിൽഡ് കമ്മ്യൂണിറ്റിയാണ്, കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ Q1 2024 Q1 തന്നെ സ്റ്റേക്കിംഗ് വന്നു, സ്റ്റേക്കിംഗ് റിവാർഡ്സ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ 2024 ക്വാർട്ടർ 2 BSE സ്കാൻ, കോയിൻ മാർക്കറ്റ് ക്യാപ്, ട്രസ്റ്റ് വാലറ്റ് അപ്രൂവ്ഡ്. ശ്രദ്ധിക്കുക, ഇതൊക്കെ വന്ന വഴികളാണ്, കമ്പനി വന്ന വഴികളാണ്, കമ്പനി പറഞ്ഞ പോലെ പ്രവർത്തിച്ചു വന്ന വഴികൾ. ഇത് കമ്മ്യൂണിറ്റി, ഇപ്പം ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട്, 6-7 വർഷമായിട്ട് കമ്പനികൾ നടന്നു പോകുന്ന കമ്പനികളുണ്ട്. നമ്മൾ ലിസ്റ്റ് ആകും, നമ്മുടെ പ്രൊജക്റ്റ് ഇതാണ് എന്ന് പറയുന്ന കമ്പനികളൊക്കെ ഉണ്ട്. ഇപ്പം അവർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ ഓൺ ബ്ലോക്ക് ചെയിനിലാണെന്ന് പറയുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ അവിടെ കേട്ടെ. നമ്മൾ കമ്പനി പറഞ്ഞിട്ടുള്ള ടോക്കൺ, അപ്പക്സ് ടോക്കൺ പറഞ്ഞ ആ രീതിയിൽ ഇവിടെ സ്റ്റേക്കിംഗ് കൊടുന്ന് വന്നു, സ്റ്റാർട്ട് ചെയ്തു. 2024 നിങ്ങൾ കാണുന്ന ക്വാർട്ടർ 2 നിങ്ങൾ മനസ്സിലാക്കണം, BSE സ്കാൻ, കോയിൻ മാർക്കറ്റ് ക്യാപ്പ്, ട്രസ്റ്റ് വാലറ്റ് അപ്രൂവ്ഡ്. 2024 ക്വാർട്ടർ 4 ഓക്കെ, ഫേസ് 2 അല്ലേ, ക്വാർട്ടർ 4 വന്ന് ഫേസ് 2. 2024 വർഷാവസാനമായപ്പോൾ ഫേസ് 2 പ്രീ ലോഞ്ച് ചെയ്തു. 2024 അവസാനത്തിൽ തന്നെ ടയർ 2 എക്സ്ചേഞ്ച് ലിസ്റ്റായി അല്ലേ. ടയർ 2 എക്സ്ചേഞ്ച് എന്ന് പറയുമ്പം നമ്മളെ പിന്നെ എൽ ബാങ്ക്, ബിറ്റ്മാർട്ട് പോലെയുള്ള എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റായി. അപ്പോൾ നിങ്ങൾ അപ്പം നോക്കണം, അതിന് മുമ്പേക്ക് നോക്കാം, ക്വാർട്ടർ 3 ടയർ 3 എക്സ്ചേഞ്ച് ലിസ്റ്റായി. ടയർ 3 എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ SBT, കോയിൻസ്ബിറ്റ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചുകളിലേക്ക് ലിസ്റ്റായി. ഇവിടെ ഒന്നുകൂടി ഇപ്പോൾ ക്വാർട്ടർ 2 ഓഡിറ്റിംഗ് നടന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വായിക്കേണ്ടത് ഇങ്ങോട്ട് തിരിച്ചു വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ട്രസ്റ്റ് വാലറ്റ്, കോയിൻ മാർക്കറ്റ്, BSE സ്കാൻ അപ്രൂവ് ചെയ്തതിന്റെ ശേഷം ക്വാർട്ടർ 2 വന്നു, 6-ാം മാസം. നമുക്ക് കാണാം 2024 6-ാം മാസത്തിൽ ഓഡിറ്റിംഗ്. 2024 9-ാം മാസം ക്വാർട്ടർ 3 വരുമ്പോൾ ടയർ 3 എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇനി അത് 2024 ക്വാർട്ടർ 4 വരുമ്പോൾ അവസാന ആളുകൾ, അതായത് 2024 അവസാന മാസങ്ങളിലേക്ക് വരുമ്പോൾ ടയർ 1 എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബിറ്റ്മാർട്ട്, എൽ ബാങ്ക്, XT.com എന്ന് പറയുന്ന ടയർ 2 എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ചെയ്യുന്നു. പിന്നെ 2024 ക്വാർട്ടർ 4 ആയിട്ട് ഡിസംബർ മാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ഫേസ് 2 പ്രീ ലോഞ്ച്, ഫേസ് 2ലേക്ക് കമ്പനി കാലെടുത്ത് വെക്കുന്നു. ഇനി ഫേസ് 2 ലോഞ്ച് 2024 ആ അവസാനം തന്നെ 2025-24 വരുമ്പോൾ, ഇനി 2024 ക്വാർട്ടർ 4 ഫേസ് 2 സ്റ്റേക്കിംഗ് വന്നു. പിന്നെ 2025 ആദ്യ മാസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നടക്കാൻ പോവുകയാണ് അല്ലേ. 2025 ഇപ്പം നമ്മളുള്ളത്. കമ്പനി അനൗൺസ് ചെയ്ത KuCoin എന്ന് പറയുന്ന ടയർ 1 എക്സ്ചേഞ്ചിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. ടയർ 1 എക്സ്ചേഞ്ച് എന്ന് പറയുമ്പം ലോകത്ത് തന്നെ വേണ്ടപ്പെട്ട 10ഓളം എക്സ്ചേഞ്ചുകളിലേക്കാണ് ടയർ 1 എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ടയർ 3, ടയർ 2, ടയർ 1 എന്ന രീതിയിൽ. അപ്പോൾ അത്രയും പോപ്പുലാരിറ്റി ഉള്ള ഒരു എക്സ്ചേഞ്ചിലേക്ക് നമ്മുടെ കമ്പനി കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ കമ്പനി പറയുന്നത് വളരെ കൃത്യതയോടെ, വളരെ പെർഫെക്റ്റോടെ മുന്നിലേക്ക് പ്രൊജക്റ്റുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഒരു ക്രൗഡ് ഫണ്ട് സ്വരൂപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്നത് പ്രോഫിറ്റ് കൊടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി വന്നതല്ല എന്നുള്ളതാണ് കമ്പനി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ KuCoin എന്ന് പറയുന്ന ടയർ 1 എക്സ്ചേഞ്ചിലേക്ക് ഈ മാസം എൻഡോടുകൂടി കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടുകൂടി കറക്റ്റായിട്ട് കമ്പനി എന്ത് ചെയ്യും, അതിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും. Q1 എന്ന് കൊടുത്തിട്ടുണ്ട്, 2025 Q1 ക്വാർട്ടർ ആദ്യം. അത് ഈ മാസം തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കുറച്ച് ഫോളോവേഴ്സിന്റെ ആവശ്യങ്ങൾ, അതായത് അല്ലെങ്കിൽ നമ്മുടെ ട്വിറ്ററിലും ടെലഗ്രാമിലും കൂടുതൽ ഫോളോവേഴ്സിന് ആവശ്യത കൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ഈ മാസത്തിനോട് കൊടുക്കും. ക്വാർട്ടർ 1 പറഞ്ഞത് ഈ ജനുവരി മുതൽ ഫെബ്രുവരി, മാർച്ച് വരെ ക്വാർട്ടർ 1 ആണ്. ശ്രദ്ധിക്കുക, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ ക്വാർട്ടർ 1 ആണ്. ഈ കാലയളവിനുള്ളിൽ തീർച്ചയായിട്ടും കമ്പനി ആ KuCoin വന്ന എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ആവും.
ഇനി ടയർ 1 എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് ആണ് വീണ്ടും അവിടെ കൊടുത്തിട്ടുള്ളത്. ടയർ 1 എക്സ്ചേഞ്ച് ആണ് കൂക്കോയിനും അതേപോലെ തന്നെ വേറെ ടയർ 1 എക്സ്ചേഞ്ചിലേക്ക് വരുന്നുണ്ട്. ഇനി 2025 ക്വാർട്ടർ 2 അല്ല ക്വാർട്ടർ 1 തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, അപ്പക്സ് ടോക്കൺ TRC20 ലോഞ്ചിങ് ആണ്. അത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് എൻഡോട് കൂടി നമ്മൾക്ക് വാങ്ങിയിട്ടുള്ള TRC20 ഉള്ള ടോക്കൺ ലൈവ് ആകുന്നതാണ്. കറക്റ്റ് കൃത്യതയോടെ കമ്പനി ഇവിടെ മിഷനോട് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതാ ഓരോരും അടിവരയിട്ട് ക്വാർട്ടർ 1, ക്വാർട്ടർ 2, ക്വാർട്ടർ 3 എന്നുള്ള രീതിയിൽ വളരെ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അത് TRC20 ഇപ്പോൾ 1.5 വർഷം ആകുന്നു കമ്പനി വന്നിട്ട്. ആ 1.5 വർഷത്തിൽ ആദ്യ കാലങ്ങളിൽ സ്റ്റേക്ക് ചെയ്തവരുടെ ടോക്കൺ ലൈവാണ്, അവർക്ക് സെല് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കുകയാണ്. അത് 2025 മാർച്ചോടുകൂടി അത് ലൈവിലേക്ക് വരും. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക, 2025 Q1 തന്നെ വീണ്ടും ഫേസ് 3 ലോഞ്ച് ഉണ്ട്. ഫേസ് 3 എന്ന് പറയുന്ന പ്രൊജക്ട് കമ്പനി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഫേസ് 3 പ്രൊജക്ട് എന്ന് പറയുന്നത് നമ്മുടെ പർച്ചേസിംഗ് സിസ്റ്റത്തിലേക്ക് നമ്മുടെ അപ്പക്സ് ടോക്കണ് എന്താകുന്നുണ്ട്, ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മളിപ്പോൾ ലുലു പോലുള്ള നെസ്റ്റോ പോലുള്ള സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ടോക്കൺ ഉപയോഗിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. സിനിമ ടാക്കീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബില്ലിങ് ഈ എന്നുള്ള കുറച്ച് ടൈപ്പുള്ള ഒരു പിന്നെ നമ്മുടെ എന്താ പറയുക കമ്പനിയുമായി അല്ലെങ്കിൽ ഒരു ഷോപ്പുകളുമായിട്ട് കമ്പനി ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ടോക്കൺ ഉപയോഗിച്ച് നമുക്ക് പർച്ചേസിങ് സിസ്റ്റത്തിലേക്ക് ഫേസ് 3 സിസ്റ്റത്തിലേക്ക് കമ്പനി കൊണ്ടുവരികയാണ്. അതേപോലെ അപ്പക്സ് എക്സ്ചേഞ്ച് 2025 ആദ്യ മാസങ്ങളിൽ ക്വാർട്ടർ 1 തന്നെ ആദ്യ മാസങ്ങളിൽ കമ്പനി എന്ത് ചെയ്യും, നമ്മുടെ എക്സ്ചേഞ്ച് ലൈവാക്കാൻ പോവുകയാണ്. അപ്പക്സ് എക്സ്ചേഞ്ച് ഓൺ ലോഞ്ച് വളരെ കൃത്യതയോടാണ് പറയുന്നത്. അത് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആ പറയുന്ന നിങ്ങളിപ്പോൾ ഇതുവരെ നടന്നത് മുമ്പ് കഴിഞ്ഞു പോയതുകളാണ്, ഇനി വരാനുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇത് പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതേ കൃത്യതയോടുകൂടി കമ്പനി പറഞ്ഞ വാക്കുകളൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി 2025 ക്വാർട്ടർ 2 6 മാസത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ 2025 6 മാസത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, എന്താ, നമ്മൾ മൂന്ന് ബ്ലോക്ക് ചെയിനിലൂടെയാണ് നമ്മുടെ ടോക്കൺ വരുന്നത്. അപ്പോൾ ERC20 അപ്പക്സ് ടോക്കൺ ലോഞ്ച് ആൻഡ് ബ്രിഡ്ജ് സിസ്റ്റം അത് ഈ വർഷം 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്വാർട്ടർ 2 എത്തുമ്പം ERC20 ടോക്കൺ ആയിരിക്കും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് ലൈവ് ആക്കാനുള്ള നൽകിക്കൊണ്ടിരിക്കുക. അപ്പം TRC20 ഇവിടെ അവൈലബിൾ ആകാൻ തുടങ്ങും. അതെല്ലാം ഓരോ എക്സ്ചേഞ്ചിലേക്കും വരാൻ തുടങ്ങും. ഇപ്പോൾ BP20 ഇനി TRC20 വരും, അത് കഴിഞ്ഞാൽ ERC20 വരും. ഇതാണ് ഇവിടുത്തെ നമ്മുടെ റോഡ് മാപ്പ് ഫേസ് 2 ഇനി പൊസിഷൻ, ഇതിലൊരു റാങ്ക് സിസ്റ്റം ഉണ്ട്. അതാണ് വലിയൊരു ബ്യൂട്ടി. ഇതിലൊരു റാങ്ക് സിസ്റ്റം വളരെ വണ്ടർഫുൾ ആയിട്ട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ ഈ ബിസിനസ്സിലെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു അറിയാതെ നമ്മൾ റാങ്കിലേക്ക് കയറി പോവും. നമ്മൾ ഒരു റഫറൽ എത്ര പേരെ വേണമെങ്കിലും ഈ ബിസിനസ്സിലേക്ക് റഫറൽ ചെയ്യാം. ആ റഫറൽ ഒരു കമ്മീഷനായിട്ട് റഫറൽ കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഏതൊരു വ്യക്തിക്കും സൈലന്റ് ആയിട്ട് ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാം. ഇല്ല, അവർക്ക് ആ വ്യക്തി ഇതിലൂടെ വന്നിട്ട് നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്, നല്ലൊരു ഗോൾ അച്ചീവ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തിന് ഒരു പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യാം. ആ പ്രൊമോട്ടർ ആകുമ്പോൾ നമ്മൾ എത്ര പേർക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ് അവസരം നൽകാം. ഒരു ലിമിറ്റേഷനും ഇല്ല. എത്ര പേർക്ക് നൽകുന്നതോടുകൂടി നമുക്ക് ആരൊക്കെ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നുണ്ടോ അവരിൽ നിന്ന് 10% നമുക്ക് റഫറൽ കമ്മീഷൻ കിട്ടും. 10% റഫറൽ കമ്മീഷൻ കിട്ടും. ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഒരു ബൈനറി സിസ്റ്റത്തിലൂടെയാണ്. അമേരിക്കൻ ബൈനറി സിസ്റ്റത്തിലൂടെയാണ് ഈ ബിസിനസിന്റെ പ്ലാൻ പോകുന്നത്. അമേരിക്കൻ ബൈനറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അമേരിക്കയിൽ തന്നെ ഒരുപാട് കോടീശ്വരന്മാർ സൃഷ്ടിച്ചിട്ടുള്ള സിസ്റ്റമാണ് അമേരിക്കൻ ബൈനറി സിസ്റ്റം. ഒരുവിധം നെറ്റ്വർക്ക് കമ്പനികളൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റവും കൂടാണ് അമേരിക്കൻ ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ അമേരിക്കൻ ബൈനറി സിസ്റ്റമാണ് നമ്മുടെ കമ്പനി ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ എത്ര പേരെ വേണമെങ്കിലും റഫറൽ ചെയ്യുന്നതോടുകൂടി അതേപോലെ തന്നെ ഈ വരുന്ന ഓരോ വ്യക്തികളെയും നമ്മൾക്കൊരു പൊസിഷൻ അനുസരിച്ചിട്ട് ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആണ് അമേരിക്കൻ ബൈനറി സിസ്റ്റം ലെഫ്റ്റ് റൈറ്റ് പെയർ മാച്ചിങ് സിസ്റ്റം. ഇവിടെ പെയർ മാച്ചിങ് സിസ്റ്റത്തിലൂടെ നമുക്കൊരു വരുമാനവും കമ്പനി തരുന്നുണ്ട്. 10% ബൈനറിയും
അതായത് പെയർ മാച്ച് ചെയ്യുമ്പോൾ 10%, റഫറൽ ചെയ്യുമ്പോൾ 10% നമുക്ക് തരും. ഉദാഹരണത്തിന് ഒരു 1000 രൂപയുടെ അല്ല ഒരു 1000 USD ഇട്ടിട്ട് ഒരു ബിസിനസ് ഒരു അസോസിയേറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വ്യക്തി ഞാൻ റഫറൽ ചെയ്തപ്പോൾ വരികയാണെങ്കിൽ എനിക്കൊരു 10% കിട്ടും. 10% റഫറലാണ്. അതിൻ്റെ 100 USDT എനിക്ക് സ്പോട്ട് റഫറലാണ്. അത് നാളെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ ബാങ്കിലേക്കോ USDT ചെയ്യുന്ന ട്രസ്റ്റിലേക്കോ ബിനാൻസിലേക്കോ മാറ്റാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ ഇവിടെ ഇനി അതിൽ കൂടുതൽ ആളുകളിലേക്ക് ഞാൻ ഈ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാണ്. അവരൊക്കെ ഞാൻ പ്ലേസ് ചെയ്യുന്നത് ലെഫ്റ്റ് റൈറ്റ് അവരൊക്കെ മാച്ചിങ് ഇൻകത്തിലൂടെ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബൈനറി മാച്ചിലൂടെ എനിക്ക് വരുമാനവും തരുന്നുണ്ട് 10%. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു പൊസിഷൻ സ്റ്റാർ ക്ലബ് എക്സിക്യൂട്ടീവ് ഉണ്ട്, ബ്ലൂ സ്റ്റാർ ക്ലബ് എക്സിക്യൂട്ടീവ് ഉണ്ട്, സിൽവർ ക്ലബ് എക്സിക്യൂട്ടീവ്, ഗോൾഡ് ക്ലബ്ബ്, പ്ലാറ്റിനം ക്ലബ്ബ്, അതേപോലെ റൂബി ക്ലബ്ബ്, എമറാൾഡ് ക്ലബ്ബ്. ഈ ഒരു സിസ്റ്റത്തിലാണ് കമ്പനി കൊണ്ടുപോകുന്നത്. അതായത് നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും ഒരു 4000 മാച്ചിങ് എന്ന് വന്നാൽ നമ്മൾ ആദ്യത്തെ ഒരു റാങ്ക് നമ്മൾ അടിക്കുകയാണ്. ആദ്യത്തെ റാങ്കിലേക്ക് നമ്മൾ കാല് വെച്ച് കയറുകയാണ്, നമ്മൾ പടവ് ചവിട്ടി കയറുകയാണ്. അതായത് ലെഫ്റ്റിലും റൈറ്റിലും ഒരു 4000 മാച്ച് ആകുമ്പോൾ അത് നമ്മൾ കൊണ്ടുവരണമെന്നില്ല കേട്ടോ. ഈ 4000 മാച്ച് ആവുന്നത് നമ്മൾ ബിസിനസ് കൊണ്ടുവരണമെന്നില്ല. നമ്മൾ ഇൻവൈറ്റ് ചെയ്ത നമ്മളിലേക്ക് വന്നിട്ടുള്ള നമ്മളെ ലെഫ്റ്റിലോ റൈറ്റിലുള്ള ഏത് ബിസിനസ് മാച്ച് ആയി കഴിഞ്ഞാലും നമുക്ക് 4000 മാച്ച് ആകുമ്പോൾ നമ്മൾ ഈ റാങ്കിലേക്ക് വരും. സ്റ്റാർ ക്ലബ് എക്സിക്യൂട്ടീവ് ഈ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് അത് നെക്സ്റ്റ് 10,000ലേക്ക് വരുമ്പോൾ ബ്ലൂ സ്റ്റാർ ക്ലബ് എക്സിക്യൂട്ടീവ് എന്നാണ് വരുന്നത്. ആ ഒരു റാങ്കാണ് ബ്ലൂ സ്റ്റാർ എക്സിക്യൂട്ടീവ്. പിന്നെ അത് 25,000 മാച്ച് ആകുമ്പോൾ സിൽവർ ക്ലബ് എക്സിക്യൂട്ടീവ്, ഗോൾഡ് ക്ലബ് എക്സിക്യൂട്ടീവ് 50,000 മാച്ച് ആകുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും 50,000 മാച്ച് ആകുമ്പോൾ ഗോൾഡ് ക്ലബ് എക്സിക്യൂട്ടീവ്, പ്ലാറ്റിനം ക്ലബ് എക്സിക്യൂട്ടീവ് 100K മാച്ച് ആകുമ്പോൾ 100 ഇപ്പുറത്തും 100 USD 1,00,000 USDT ഇപ്പുറത്തും 1,00,000 USDT 100K മാച്ച് ആവുമ്പോൾ നമുക്ക് എന്തായി പ്ലാറ്റിനം ക്ലബ്ബ്. അങ്ങനെ ഒരുപാട് റൂബി ക്ലബിന്റെ എക്സിക്യൂട്ടീവ് ക്ലബ്ബ്, എമറാൾഡ് ക്ലബ്ബ് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ഇപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് നമ്മളെ ഇതിൽ കാണിക്കുന്നത്. താങ്ക് യു. നമ്മുടെ PDF അവിടെ അവസാനിക്കുകയാണ്. നമുക്കുള്ള എല്ലാ കാര്യങ്ങളും എവിടെ പ്ലാനുകളോ കാര്യങ്ങളോ ഒന്നും വ്യക്തമാകാതെ ഈ കറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും കറക്റ്റ് പ്ലാനുകളോടുകൂടി നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ള ഒരു PDF ആണ് നിങ്ങൾ കണ്ടത്. ഇനി ഞാൻ നമ്മുടെ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഇത് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് ഒരു കണ്ണോടിക്കൽ നമ്മുടെ ഇപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യാം, അല്ലേ? നമ്മുടെ സൈറ്റ് എന്താണ്, നമ്മുടെ സൈറ്റ് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഇതെങ്ങനെയാണ് ഇതിലേക്ക് ഉപയോഗിക്കുക എന്നുള്ള ജസ്റ്റ് ഒരു ചെറിയൊരു അവതരണത്തോടുകൂടി മനസ്സിലാക്കുക. സമയം അധികരിച്ചു പോവുകയാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റും കൂടെ. അതായത് നമുക്ക് ഇവിടെ ഗൂഗിളിൽ പോകാം. നമ്മുടെ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുന്നവർക്ക് ഗൂഗിളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിളിൽ നിന്ന് നമ്മൾ അപ്പെക്സ് ടോക്കൺ, ഏത് അറിയാത്ത ആൾക്കാർക്കും അപ്പെക്സ് ടോക്കൺ എന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഗൂഗിളിൽ വ്യക്തമായിട്ട് മുന്നിലേക്ക് നിങ്ങൾക്ക് വരും അപ്പെക്സ് ടോക്കൺ എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ഗൂഗിൾ എടുത്ത് അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ അപ്പെക്സ് ടോക്കണിന്റെ സൈറ്റ് ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ ഓപ്പൺ ചെയ്യുന്നവർക്ക് കറക്റ്റ് വ്യക്തമാക്കി മനസ്സിലാക്കാൻ ഇവിടെ അപ്പെക്സ് ടോക്കണിന്റെ ഇതൊരു മെയിൻ സൈറ്റ് ആണ്, ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇൻഡെക്സ്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യുന്നത് കിട്ടും. ലോഗിൻ ചെയ്യാനുള്ള യൂസർ ID പാസ്വേഡും കൊടുക്കുന്ന ഒരു സിസ്റ്റം കിട്ടും. ഇനിയല്ല ഇതിന്റെ മുകളിലത്തത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ മുകളിലത്തെ അപ്പെക്സ് ടോക്കൺ ക്രിപ്റ്റോ ടോക്കൺ ഇൻഡെക്സ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് വരും. ഇങ്ങനെ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ എന്നുള്ള സിസ്റ്റത്തിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇതാണ്. എൻ്റെ സൈറ്റ് ഓൾറെഡി ലോഗ്ഡ് ആണ്. അതുകൊണ്ടാണ് ഞാനത് ക്ലിക്ക് ചെയ്ത ആ സമയത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഈ സൈറ്റ് ഓപ്പൺ ചെയ്തു വന്നത്. ഇതാണ് നമ്മുടെ സൈറ്റ്. നിങ്ങൾക്ക് ഏവർക്കും കാണാം നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത്, നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ വരുമാനം എന്നുള്ളതൊക്കെ വളരെ കൃത്യതയോടുകൂടി നമുക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഡിസ്പ്ലേയിൽ വരക്കലിട്ടോ, പിന്നെ അതൊന്ന് ചെയ്യില്ലിട്ടോ, കാരണം അത് നമുക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. ഞങ്ങൾ അപ്പോൾ ആ വരയിലേക്ക് ശ്രദ്ധിച്ചു നിങ്ങൾ ചെയ്യുമ്പോൾ. ഓക്കെ, ഇവിടെ
നമ്മൾ ആ ഒരു സൈറ്റ് നമുക്ക് കാണാൻ പറ്റും. എൻ്റെത് കണ്ടില്ലേ, നിങ്ങൾ പ്ലാറ്റിനം ക്ലബ് എക്സിക്യൂട്ടീവ് എന്നുള്ളതിലേക്ക് വരുന്നുണ്ട്. അതേപോലെ പിന്നെ നമ്മുടെ പ്രോഫിറ്റ് കറണ്ട് ബാലൻസ് ഇവിടെ കാണാൻ പറ്റും. 6000 അപ്പെക്സ് കാണാൻ പറ്റും. ടോട്ടൽ കട്ട് കാണാൻ പറ്റും. ടോട്ടൽ പിന്നെ സ്റ്റേക്കിംഗ് പിന്നെ എമൗണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതേപോലെ നമ്മളിവിടെ ഡാഷ്ബോർഡാണ് കാണുന്നത്. പ്ലാന് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലാന് നമ്മുടെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ പ്ലാന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 50 USDT ഉള്ളൂ. നിങ്ങളൊരു 50 USDT നിങ്ങൾ ലീഡറോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 50 ഉണ്ട്, 100 ഉണ്ട്. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഏതും നമുക്ക് സെലക്ട് ചെയ്യാം, നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഇനി ഇവിടെ വരുമ്പം ഏതൊരു BV ലോഗ് ഉണ്ട്, അതിൽ ഡെപ്പോസിറ്റ് ലോഗ് ഉണ്ട്, റഫറൽസ് ഉണ്ട്. ഇനിയിപ്പോൾ റഫറൽസ് എടുക്കാൻ നമുക്ക് നിങ്ങൾ ചെയ്യേണ്ട സംഗതി, നിങ്ങൾ ആരിലേക്കാണോ ഈ ബിസിനസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ ബിസിനസ് അവസരം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ഓൾ റഫറൽസ് ഉണ്ട് ഇവിടെ. ഇവിടെ ഓൾ റഫറൽസ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലെഫ്റ്റ് റഫറൽസ്, റൈറ്റ് റഫറൽസ്, ഇതൊക്കെ അടിച്ചാലും ഇങ്ങനെ തന്നെയാണ് നമുക്ക് വരാം. ജോയിൻ ലെഫ്റ്റ്, ജോയിൻ റൈറ്റ്. ഇപ്പൊ നിങ്ങൾ ഒരു ആളിലേക്ക് നമ്മുടെ ബിസിനസ് അവസരം എത്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിലേക്ക് എൻ്റെ ഈ ബിസിനസ് അവസരം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്കൊരു ID ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ, ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിനെ, ഇപ്പം ഞാൻ എൻ്റെ വ്യക്തിയെ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാട്സപ്പിലേക്ക് ഇവിടെ നിന്ന് ജോയിൻ ലെഫ്റ്റ് എന്ന് പറയുന്നൊരു കോപ്പി ചെയ്യാം. നിങ്ങളുടെ റെഫറൽ ലിങ്ക് കോപ്പി ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇനി ലെഫ്റ്റിലേക്കാണ് വരാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇനി റൈറ്റിലേക്കാണ് അദ്ദേഹത്തെ നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് റൈറ്റ് ലിങ്ക് കോപ്പി ചെയ്തിട്ട് അവരുടെ വാട്സപ്പിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അവർക്കത് ക്ലിയർ ആയിട്ട് അവിടെ ലിങ്ക് കിട്ടും. അപ്പോൾ അവരവിടെ ലിങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ, ഒരു ഫോമാണ് അവർക്ക് കിട്ടുക. ആ ഫോമിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പേര്, ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം ആൻഡ് അവരുടെ മെയിൽ ID, അവരുടെ ഫോൺ നമ്പർ, എല്ലാ ഡീറ്റെയിൽസ് അവർക്ക് കൊടുത്തിട്ട് അവർക്ക് സ്വയം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ ആരും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് തന്നെ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ആ റഫറൽസിൻ്റെ അങ്ങനെയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനാണെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ട്രസ്റ്റ് വാലറ്റോ ബിനാൻസോ ആരെങ്കിലും ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് സ്വയം, ഇപ്പം ഞാനൊരു ലിങ്ക് എൻ്റെ സുഹൃത്തിന് കൊടുത്തു, അദ്ദേഹം ഒരു ID ക്രിയേറ്റ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ അടുത്ത് USDT അവൈലബിൾ ആണ്, ഓൾറെഡി അവൈലബിൾ ആണെന്ന് USDT എന്ന് വിചാരിക്കാം. ആ USDT ട്രസ്റ്റ് വാലറ്റെന്നോ ബിനാൻസെന്നോ ഇവിടെ നമ്മൾ ഈ പറയുന്ന കറണ്ട് ബാലൻസിലേക്ക് എത്തിക്കണം. സ്വാഭാവികമായിട്ട് കറണ്ട് ബാലൻസിലേക്ക് എത്തിക്കാൻ വളരെ സിമ്പിളാണ്. ഇവിടെ നിങ്ങൾ ഡെപ്പോസിറ്റ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻസിൽ എടുക്കാം. ഡെപ്പോസിറ്റ് നൗ, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ലീഡേയും നമ്മൾ ഡിപ്പെൻഡ് ആവശ്യമില്ല. നമുക്കൊരു ID ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ ഒരു റഫറൽ ലിങ്ക് മാത്രം കിട്ടിയാൽ മതി. ID ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നമ്മൾ ID ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡെപ്പോസിറ്റ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻസിലേക്ക് വരാം. ഇവിടെ താഴെ നിങ്ങൾ QR കോഡിന്റെ താഴെ കാണുന്നുണ്ട് ഒരു വാലറ്റ് അഡ്രസ്സ് കാണുന്നുണ്ടായിരിക്കും. ഞാൻ ആരോ മാർക്ക് കാണുമ്പോൾ ഈ വാലറ്റ് അഡ്രസ്സിൽ നിങ്ങളൊന്ന് കോപ്പി ചെയ്യാം. നിങ്ങൾ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നേരെ നിങ്ങളെ ട്രസ്റ്റ് വാലറ്റോ ബിനാൻസോ ഏത് വാലറ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അവിടെ സെൻഡ് ഓപ്ഷൻസിൽ പോകാം. സെൻഡ് ഓപ്ഷൻസിൽ പോയിട്ട് അവിടെ ഈ കോപ്പി ചെയ്ത ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് അവിടെ 100 USDT ആണോ 200 USDT ആണോ എത്രയാണോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ഉള്ള USDT അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഒരേ ഒരു അഡ്രസ്സേ ഉള്ളൂ. ഈ അഡ്രസ്സിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഈ ഡെപ്പോസിറ്റ് ചെയ്ത ആ നിമിഷം തന്നെ ഇതിലൊരു സെക്കൻഡ്, അതായത് വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആക്ടിവേഷൻ ആണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ വാലറ്റിൽ കറണ്ട് ബാലൻസിൽ ഒരു $100 എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പ്ലാനിൽ പോയിട്ട് സെലക്ട് ചെയ്യാം. നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാനിൽ പോയിട്ട് 50 USDT ആണ് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളൂ, 50 USDT സെലക്ട് ചെയ്യാം. എന്നിട്ട് 50ലേക്ക് നിങ്ങൾ സ്റ്റേക്കിംഗ് ലോൺ കൊടുക്കുക. ഇല്ല 100 ആണ് ചെയ്തതിന് 100 ചെയ്ത് കൊടുക്കുക. ഇവിടെ 100 ഇങ്ങോട്ട് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് വരും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നുണ്ടോ, കൺഫേം യുവർ പർച്ചേസ്. അതായത് 100 USDTക്ക് നിങ്ങൾ അപ്പെക്സ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ചോദിക്കുക. 100 USDTക്ക് ഞാനത് ഓക്കെ ആണ് കൊടുക്കുന്നത്. സ്റ്റേക്ക് ഓൺ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ 100 USDT എൻ്റെ വാലറ്റ് കറണ്ട് ബാലൻസ് നിന്ന് ഡിഡക്റ്റ് ആയി പോകും. എമൗണ്ട് വിൽ ബി ഡിഡക്റ്റ് ഫ്രം വാലറ്റ് 100 USDT എന്ന് എടുത്തിട്ടില്ലേ. അപ്പോൾ ആ 100 USDT ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ആവും. നിങ്ങൾ ഓൾറെഡി എന്താവും,
നിങ്ങൾക്ക് എന്താവും ഒരു 1000 അപ്പക്സ് ടോക്കൺ പർച്ചേസ്ഡ് ആവും. ഇതാണ് സിസ്റ്റം. ഇനി വിഡ്രോവൽ സിസ്റ്റത്തിലേക്ക് വരാം. ഇപ്പൊ ഡെപ്പോസിറ്റ് ആണ് നമ്മൾ ആക്ടിവേഷൻ ആകാൻ. വിഡ്രോവൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വിഡ്രോവൽ സിസ്റ്റം നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. നമുക്ക് നമ്മുടെ ലോക്കൽ ബാങ്കിലേക്കും കൊടുക്കാം. അതായത് ലോക്കൽ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലോക്കൽ പേയ്മെന്റ്, ഇന്ത്യൻ റുപ്പി ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോവൽ ചെയ്യാം. ഇനി ഇന്ത്യൻ റുപ്പി വേണ്ടാത്തവർക്ക് USDT ആയിട്ടും വിഡ്രോവൽ ചെയ്യാം. നിങ്ങളുടെ USDT എന്ന് ഞാൻ പറഞ്ഞു, ട്രസ്റ്റ് വാലറ്റോ ബിനാൻസിലേക്കോ വിഡ്രോ ചെയ്യാം. ഇവിടെ കമ്പനി കൊടുത്തിട്ടുള്ള ലിമിറ്റ് ഇത് കണ്ടിട്ടില്ല നിങ്ങൾ? 10,000 10,000 എന്നല്ല, 1 10 100 1000 10,000 1,00,000 USDT ലിമിറ്റ് പറഞ്ഞാൽ 10 മുതൽ 1,00,000 USDT എന്നല്ല. നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ. എനിക്ക് കണ്ണിൽ ഒന്ന് ചെയ്യാം. 1 10 100 1000 10,000 ലക്ഷം അല്ലേ? 1,00,000 USDT വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു സമയം വിഡ്രോ ചെയ്യാം. ഒന്ന് ആലോചിക്കാം. നിങ്ങൾക്ക് ലിമിറ്റ് പറഞ്ഞിട്ടുള്ള $10 മുതൽ 1,00,000 USDT വരെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. നിങ്ങളുടെ 1,00,000 USDT ഇതിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ടോ? കൊടുക്കാം. 5,000 ഉണ്ടോ 20,000 ഉണ്ടോ 10,000 ഉണ്ടോ എത്ര USDT വേണമെങ്കിലും നിങ്ങൾക്ക് വൺ ടൈമിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ കഴിയും. അത് ലോക്കൽ ബാങ്കിലേക്കും നമ്മുടെ USDT ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ലോക്കൽ ബാങ്കിലേക്ക് നിങ്ങൾ കൊടുക്കുകയാണെന്ന് ഉദ്ദേശിക്കുക, അവിടെ കൊടുത്തിട്ടുണ്ട് ചാർജ് 3 അപ്പക്സ് ടോക്കൺ ആണ്. അതായത് മിനിമം ഒരു 3 അപ്പക്സ് ടോക്കൺ, അതായത് ഒരു USDTയുടെ വാല്യൂ ഉള്ള അപ്പക്സ് ടോക്കൺ, അത് 3-ൽ താഴെയാണ് വരിക. ഇപ്പം ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ ഏകദേശം കഴിഞ്ഞ ആഴ്ച കൊടുത്തിട്ടുള്ള ഒരു ആഴ്ച ആയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒരു വിഡ്രോ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് ഞാൻ വിഡ്രോ കൊടുക്കുകയാണ്. വിഡ്രോ ഓപ്ഷൻസ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു എമൗണ്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എമൗണ്ട് കൊടുക്കുകയാണ്. ഇപ്പം എൻ്റെ വാലറ്റിൽ 700 എബോ 700 ഞാൻ 700 കൊടുക്കുക. എന്നിട്ട് ഞാനൊരു കൺഫേം കൊടുക്കാം. കാണുന്നുണ്ടായിരിക്കും വിചാരിക്കുന്നത്. ഇവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇവിടെ ഞാൻ വിഡ്രോയിൽ കൊടുത്തതുകൊണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കിക്കോളൂ, കറക്റ്റ് കാണുന്നുണ്ടല്ലോ. റിക്വസ്റ്റ് എമൗണ്ട് 700, ഗ്യാസ് ഫീ 339. അതായത് എന്തുകൊണ്ടാ? 20 ടോക്കണ് 20% എനിക്ക് ഡിഡക്റ്റ് ആവും. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ ഒരാഴ്ച ആയിട്ടില്ല വിഡ്രോയിൽ കൊടുത്തിട്ട്. അത് ഒരാഴ്ചക്കുള്ളിൽ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് 3 അപ്പക്സ് ടോക്കണ് താഴെ വരുള്ളൂ ഗ്യാസ് ഫീ. ഇവിടെ കൺവേർഷൻ റേറ്റ് കണ്ടില്ല നിങ്ങൾ? കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു USDTക്ക് 90 രൂപ എന്ന നിരക്കിൽ കമ്പനി നിങ്ങൾക്ക് മാറ്റി തരുന്നുണ്ട്. കമ്പനിയല്ല ചെയ്യുന്നത്, ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങൾക്ക് ഇത് വിഡ്രോ ചെയ്ത് തരുന്നത്. കമ്പനി നിങ്ങളിവിടെ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ കമ്പനി തേർഡ് പാർട്ടിയിലേക്ക് കൊടുക്കും. തേർഡ് പാർട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു തരും. ഇവിടെ യു വിൽ ഗെറ്റ് 63,000 അല്ലേ? യു വിൽ ഗെറ്റ് 63,000. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഈ മാസം ഞാൻ ഒരു ബാങ്കിലേക്ക് കൊടുക്കുന്നു, അടുത്ത മാസം വേറെ ബാങ്കിലേക്ക് കൊടുക്കാം. ഇവിടെ KYC നിർബന്ധമില്ല. ഇവിടെ ബാങ്ക് നെയിം കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് നെയിം, ബ്രാഞ്ച് നെയിം, IFSC കോഡ്, അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ഹോൾഡർ നെയിം, ഇത് തെറ്റാതെ കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സെൻഡ് OTP കൊടുക്കാം. സെൻഡ് OTP കൊടുത്താൽ നമ്മൾ ഏത് ID അടിക്കുമ്പോൾ ഏത് മെയിലാണോ കൊടുത്തിട്ടുള്ളത് ആ മെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ മെയിലിലെ നോട്ടിഫിക്കേഷൻ എടുത്തിട്ടാണ് നമ്മളൊന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലിയർ? ഇതാണ് സിസ്റ്റം. ഇത് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ സിസ്റ്റമാണ്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കമ്പനി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഏതൊരാൾക്കും, ഏത് അറിയാത്തവർക്കും നമ്മൾ ഒരേ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് വിഡ്രോവൽ സിസ്റ്റം. ഇനി നമ്മുടെ ബിസിനസ് കൊണ്ടുവരുമ്പം ട്രീകൾ കാണുമ്പോൾ ആ ട്രീ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ട്രീ നമുക്ക് കാണാൻ പറ്റും. ഇത് ക്ലോസ് ചെയ്യേണ്ടതില്ലല്ലോ, ഒരു മിനിറ്റ്. ഞാൻ വീണ്ടും ഡാഷിലേക്ക് പോകുന്നു. ട്രീയിലേക്ക് വരുമ്പം ട്രീ ഇങ്ങനെ കാണാൻ പറ്റും. അതുപോലെ ഇന്റേണൽ ട്രാൻസാക്ഷൻ കാലം തിരിച്ചു കിട്ടും. നമ്മൾ സമയം അധികരിച്ചു പോയിട്ടുണ്ട്, വളരെ ഇതായിട്ട് പോവാം. ഇന്റേണൽ ട്രാൻസാക്ഷൻ നമുക്ക് ആരുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് അയക്കാം, നമ്മുടെ ID-യിലേക്ക് ക്യാഷ് അയക്കാം. മാഡം കുറച്ച് സമയം കൂടെ കേട്ടോ, ഇതൊന്ന് പൂർത്തീകരിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് നീണ്ടുപോയി. അപ്പോൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിർത്താതെ. ഇപ്പോൾ നമുക്ക് മെയിൻ ബാലൻസ് എന്ന് പറയുന്ന രീതിയിലേക്ക് മെയിൻ ബാലൻസ് എടുക്കാം. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? അയച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ബാലൻസ് ട്രാൻസ്ഫർ ചാർജ് ഇവിടെ കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്റർണൽ ട്രാൻസാക്ഷന് നമ്മൾ അയക്കുന്ന തുകയുടെ 3% കട്ടിങ് ആണ്. മനസ്സിലാക്കണം, 3% കട്ടിങ്. ഒരു 100 USDT അയക്കുകയാണെങ്കിൽ $3 വരും. 50 ആണെങ്കിൽ $1.5.
അതിന്റെ അപ്പക്സ് ടോക്കൺ ഡിഡക്റ്റ് ആവും. ഇവിടെ നിങ്ങൾ അയക്കേണ്ടത് ഏത് ഐ ഡിയിലേക്കാണോ അയക്കേണ്ടത് അവരുടെ ID നമ്പർ കൊടുക്കുക, ട്രാൻസ്ഫർ എമൗണ്ട് കൊടുക്കുക, സെൻഡ് OTP കൊടുക്കുക, സെയിം സിസ്റ്റം. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ ഷെയർ പർച്ചേസ് ബൈനറി ആണ്, റിപ്പോർട്ട്സ് ലോഗ്. നമുക്ക് ഏത് നമ്മൾ ട്രാൻസാക്ഷൻ ലോഗ് ഉണ്ടാവും, ഡെപ്പോസിറ്റ് ലോഗ് ഉണ്ടാവും, അതേപോലെ വിഡ്രോ ലോഗ് ഉണ്ടാവും, ഇൻസേർട്ട് ലോഗ് ഉണ്ടാവും, റഫറൽ കമ്മീഷൻ ഉണ്ടാവും, ബൈനറി കമ്മീഷൻ ഉണ്ടാവും, സ്റ്റേക്കിംഗ് റിവാർഡ്സ് ഉണ്ടാവും. എല്ലാ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണെന്ന് മാത്രം. അതേപോലെ നമ്മുടെ പ്രൊഫൈൽ എടുത്താൽ മനസ്സിലാക്കാം. നമ്മുടെ പേരും കാര്യങ്ങളും നമ്മുടെ മെയിൽ ID യും ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ KYC ഫില്ല് ചെയ്യണമെങ്കിൽ ഫില്ല് ചെയ്യാം, അവിടെ ഉണ്ട്. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് ഡാഷ്ബോർഡ് എടുക്കാം വീണ്ടും. ഇനിയും നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട്, ഞാനിവിടെ കൂടുതൽ ദീർഘിപ്പിച്ചു പോകുന്നില്ല, ഒരുപാട് സമയം അധികരിച്ച് എല്ലാവർക്കും പിരിഞ്ഞു പോകാനുള്ളത് കൊണ്ടും. ഏകദേശം പിന്നെ നമ്മുടെ ഐഡിയിൽ ഇപ്പം 89 പേരുണ്ട് നമ്മുടെ മീറ്റിങ്ങിൽ. ഏകദേശം എല്ലാവർക്കും കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു തന്ന് എന്നുള്ളത് വിശ്വാസത്തിലൂടെ എടുക്കുന്നുണ്ട്. അതേപോലെ ഇനിയും വരും ദിവസങ്ങളിൽ നമ്മളൊരു ഈ സിസ്റ്റം മാനേജ്മെന്റ് വളരെ കൃത്യതയോടുകൂടി പഠിപ്പിക്കുന്നതാണ്. സിസ്റ്റം മാനേജ്മെന്റ് പഠിപ്പിക്കുക, അതുപോലെ കമ്പനിയുടെ വിഷൻ എന്താന്ന് പറയുക, കമ്പനിയുടെ മിഷൻ എന്താണെന്ന് അറിയിക്കുക. വളരെ ടീം സപ്പോർട്ട് കൂടി നമ്മളെല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനുള്ള നല്ലൊരു മെഗാ പ്രൊജക്റ്റ് ആക്കിയിട്ട് ഇതിനെ നമ്മൾ കാണുക, എന്നിട്ട് ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക. നമ്മളെല്ലാവരും നല്ലൊരു വിജയത്തിലേക്ക് എത്തട്ടെ. ഇതിൽ യാതൊരു വിധം ടീം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇന്ന ടീമാണ് ഇന്ന ലീഡേഴ്സ് ആണ് ഒന്നും നിങ്ങൾ ആരും തന്നെ മനസ്സിൽ കരുതണ്ട. നിങ്ങൾക്ക് ആർക്കും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്കിവിടെ ക്ലിയർ ചെയ്യാം. ഓക്കെ, നമ്മൾ എല്ലാ ദിവസങ്ങളിലും GRD ഗ്രൂപ്പ് നടത്തുന്ന ഈ മീറ്റിംഗ് ഇവിടെ അവൈലബിൾ ആണ്. ആർക്കും ഇതിലേക്ക് നിങ്ങൾക്ക് പ്ലാൻ കൊടുക്കേണ്ടവർക്കോ എന്താണ് സിസ്റ്റം അറിയുന്നവർക്കോ എല്ലാവർക്കും ഇവിടെ ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള അവസരമാണ് നമ്മളിവിടെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ഇൻഫർമേഷൻ തന്നു എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഇന്നത്തെ എൻ്റെ സൂമിലെ പ്ലാൻ പ്രസൻറ്റേഷൻ എല്ലാം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും മൈക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ലീഡർ റംല മാഡത്തിലേക്ക് കൈമാറുന്നു. താങ്ക് യു സോ മച്ച് എവരി വൺ. താങ്ക് യു സോ മച്ച്. എന്താ പറയാ അല്ലെ, അടിപൊളി, സൂപ്പർ. പങ്കെടുത്ത എല്ലാവർക്കും വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നമുക്ക് അറിയാനുണ്ടെങ്കിൽ ഡെയിലി നടക്കുന്ന സൂം മീറ്റിംഗിൽ പങ്കെടുക്കുകയും നമ്മുടെ അപ്ലൈൻ ലീഡറോട് ചോദിച്ച് നമുക്ക് നമ്മുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാവുന്നതുമാണ്. അപ്പം ഇത്രയും നന്നായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന നജാബ് സാറിന് എൻ്റെ വ്യക്തിപരമായ പേരിലും അതുപോലെ തന്നെ ഈ ടീമിൽ പങ്കെടുത്ത എല്ലാ സഹോദരന്മാരുടെ പേരിലും ഞാൻ 100 അഭിവാദ്യങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു സാർ. ഓക്കെ, അപ്പൊ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.